ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ. യോഹന്നാന്റെ സുവിശേഷം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ജോൺ ചാപ്റ്റർ 8:29 ആയിരുന്നു നമ്മൾ ചിന്തിച്ചത്. അതായത് എന്നെ അയച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അവൻ എന്നെ തനിയെ വിട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച അതുപോലെ യോഹന്നാന്റെ സുവിശേഷം നമ്മൾ പഠിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ഇടയ്ക്കിടയ്ക്കൊന്ന് റിമൈൻഡ് ചെയ്യുവാണ്. യോഹന്നാൻ പറഞ്ഞേക്കുന്നു, ഞാനിത് എഴുതിയിരിക്കുന്നത് ഇത് വായിച്ച് യേശുക്രിസ്തു ദൈവമാണെന്ന് മനസ്സിലാക്കി അങ്ങനെ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി എഴുതിയിരിക്കുന്നതാണ്. അതുകൊണ്ട് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കാരണം, യോഹന്നാന്റെ സുവിശേഷത്തിൽ പുട്ട് ഫോർവേഡ് ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നമ്മൾ രക്ഷപ്പെടും. കാരണം അന്ത്യകാലത്ത് അനേക കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെട്ട് അനേകരെ, അല്ലെങ്കിൽ കഴിയുമെങ്കിൽ അതെ രക്ഷിക്കപ്പെട്ടവരെ അല്ലെങ്കിൽ രക്ഷയിലേക്ക് വന്നവരെയും കൂടി ഡിസീവ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കുന്നത്. അപ്പൊ യോഹന്നാന്റെ സുവിശേഷം ഒരു സേഫ് ഗാർഡാണ്. അതിനകത്തുള്ള യേശുക്രിസ്തുവിനെ നമ്മൾ മനസ്സിലാക്കി അതുപോലെ നമ്മൾ കർത്താവിനെ പിൻപറ്റിയാൽ നമുക്ക് നിത്യജീവൻ പ്രാപിക്കാം എന്നുള്ള അഷുറൻസ് ഉണ്ട് അതിൽ. അപ്പൊ 29 നമ്മൾ കണ്ടു, കർത്താവ് പറഞ്ഞു അവൻ എന്നെ തനിയെ വിട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ച അപ്പൊ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കണമെങ്കിൽ അവന് പ്രീതികരമായിട്ടുള്ളത് നമ്മൾ എപ്പോഴും ചെയ്തേ പറ്റൂ. ദർ ഇസ് നോ ഷോർട്ട് കട്ട്. അപ്പൊ എന്നിട്ട് 30ാം സെന്റൻസിൽ പറയാണ്, ഇത് പറഞ്ഞപ്പോൾ അനേകർ അവനിൽ വിശ്വസിച്ചു. യേശു തന്നിൽ വിശ്വസിച്ച യഹൂദരോട് പറഞ്ഞു, എൻ്റെ വചനത്തിൽ ഉറച്ചു നിന്നാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യന്മാരാണ്, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അപ്പൊ ഇതില് നമുക്ക് കർത്താവിൽ വിശ്വസിച്ച പല സെറ്റ് ഓഫ് ആൾക്കാരെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞേക്കുന്നത് ഈ കർത്താവിന്റെ ഈ സാക്ഷ്യം കേട്ടപ്പോൾ കർത്താവ് പറഞ്ഞു, അവൻ എന്നെ ഒരിക്കലും തനിയെ വിട്ടിട്ടില്ല, കാരണം അവന് പ്രീതികരമായിട്ടുള്ളത് ഞാൻ എപ്പോഴും ചെയ്യുന്നു. ഇത് പറയുന്ന കേട്ടപ്പോൾ കുറെ ആൾക്കാർ വിശ്വസിച്ചു. നമ്മൾ ഇതിനു മുമ്പ് വായിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യണം. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിനിടയ്ക്ക് കൊഴിഞ്ഞു പോകുന്നവരുടെ കൂട്ടത്തിലാകരുത്. ജോൺ ചാപ്റ്റർ 6 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിച്ചതാ, അതിൽ കൊഴിഞ്ഞു പോയേക്കുന്ന ആൾക്കാരെ കുറിച്ച്. അപ്പൊ ജോൺ ചാപ്റ്റർ 2 നമ്മൾ വായിക്കുന്നുണ്ട്. 23 തുടങ്ങി വായിക്കുമ്പോൾ, പെസഹ തിരുനാളിന് ജെറുസലേമിലായിരുന്നപ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ട പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരിൽ വിശ്വാസം അർപ്പിച്ചില്ല, കാരണം യേശു എല്ലാ മനുഷ്യരെയും അറിഞ്ഞിരുന്നു. മനുഷ്യനെ പറ്റി സാക്ഷ്യം വഹിക്കാൻ ആരുടെയും ആവശ്യം അവനുണ്ടായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ അറിയാമായിരുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ചാപ്റ്റർ 2 കാണുന്നു, ഇവിടെ കുറെ ആൾക്കാർ വിശ്വസിച്ചു. പക്ഷെ കർത്താവ് അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. അവർ വിശ്വസിച്ചു. ദെൻ ജോൺ ചാപ്റ്റർ 1 നമ്മൾ കാണുന്നത് കുറെ പേര് വിശ്വസിച്ചു. അവരൊക്കെയാണ് അന്ത്രയോസ്, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, നാത്തനയേൽ, ഇവരൊക്കെ വിശ്വസിച്ചു. അവരൊക്കെ യഥാർത്ഥമായി നമ്മൾ കാണുന്ന അവർ ഓട്ടം ഓടി തികച്ചവരാ. ചാപ്റ്റർ 1 കുറെ ആൾക്കാർ വിശ്വസിച്ചു, അവർ ഓട്ടം പൂർത്തിയാക്കിയവരാ. 2ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു കുറെ പേര് വിശ്വസിച്ചു, പക്ഷെ കർത്താവ് അവരെ അക്സെപ്റ്റ് ചെയ്തില്ല. 6ാം അധ്യായം നമ്മൾ ചിന്തിച്ചാൽ അവിടെ വലിയൊരു പുരുഷാരം വിശ്വസിച്ചു, അല്ലെങ്കിൽ ഒത്തിരി ശിഷ്യന്മാരുണ്ടായിരുന്നു. അപ്പൊ ചാപ്റ്റർ 2 കണ്ടു, അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടു വിശ്വസിച്ചു, അവരെ കർത്താവ് അക്സെപ്റ്റ് ചെയ്തില്ല. ചാപ്റ്റർ 6 നമ്മൾ കണ്ടു രോഗികൾ പ്രവർത്തിച്ച അത്ഭുതവും പിന്നെ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുക്കുന്നതും കണ്ട് കുറെ പേര് വിശ്വസിച്ചു. അവര് കർത്താവിനെ പിൻപറ്റിയവരാ. നമ്മൾ കാണുന്നുണ്ട് കർത്താവ് വള്ളത്തിൽ അക്കരയ്ക്ക് പോയപ്പോൾ അവർ ലാൻഡ് വഴി ഓടി മുമ്പേ എത്തി, അങ്ങനെയെല്ലാം എത്തി. എന്നാൽ ഒരു സ്റ്റേജിൽ അവര് കൊഴിഞ്ഞുപോയി. ദെൻ ജോൺ ചാപ്റ്റർ 6 അവസാനം നമ്മൾ കാണുന്നുണ്ട് അവിടെ ഈ 12 പേര് അവശേഷിച്ചു. അപ്പൊ ആദ്യം വലിയൊരു സെറ്റ് കൊഴിഞ്ഞു പോയി, അവസാനം 12 പേര് അവശേഷിച്ചു. ഈ 12 പേരോട് കർത്താവ് ചോദിക്കുന്നത് എന്താ? നിങ്ങൾ പോകുന്നു. മീൻസ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഓൾ ഹാർട്ടഡ് ആയിട്ട് പൂർണ്ണ മനസ്സോടെ ടോട്ടലി സറണ്ടേഡ് ആയിട്ടുള്ളവർ മാത്രമേ ഓട്ടം പൂർത്തിയാക്കുള്ളൂ. നമ്മൾ അറിഞ്ഞേ പറ്റൂ. കാരണം ഇപ്പൊ നമ്മളെല്ലാവരും കർത്താവിന്റെ കൂടെ ഉള്ളവരും കർത്താവിൽ വിശ്വസിക്കുന്നവരും കർത്താവിനെ സ്നേഹിക്കുന്നവരുമാണ്. ബട്ട് ദർ ഇസ് നോ ഗ്യാരണ്ടി
ഈ ദൈവത്തിന്റെ വചനത്തിൽ പുട്ട് ഫോർവേഡ് ചെയ്തേക്കുന്ന ആ വഴികളിലൂടെ സഞ്ചരിച്ചില്ലെങ്കിൽ നമ്മൾ ഓട്ടം പൂർത്തിയാക്കുമെന്ന് അബ്സല്യൂട്ട്ലി ദർ ഇസ് നോ ഗ്യാരണ്ടി. അതാ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ പഠിക്കണ്ടേ. അപ്പം എന്നിട്ട് 8ാം അധ്യായത്തില് നമ്മൾ ചാപ്റ്റർ 1 കുറെ വിശ്വാസികൾ കണ്ടു, 2 കണ്ടു, 6 കണ്ടു, ഇപ്പൊ 8 കർത്താവ് ഈ പറയുന്ന സാക്ഷ്യം കേട്ട് കുറെ ആൾക്കാർ വിശ്വസിച്ചു. അപ്പൊ ഇത് ഈ സമയത്ത് കർത്താവിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുക. തന്നെ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞു, എന്താ, നിങ്ങൾ വചനത്തിൽ ഉറച്ചു നിന്നാൽ, ഇംഗ്ലീഷിൽ ചിലതില് ഇഫ് യു ആർ അബൈഡിങ് ഇൻ മൈ വേർഡ് എന്നുണ്ട്, ഇഫ് യു കണ്ടിന്യൂ ഇൻ മൈ ടീച്ചിങ് എന്നുണ്ട്, ഇഫ് യു എൻഡ്യൂർ ഇൻ മൈ വേർഡ് എന്നുണ്ട്, അല്ലെങ്കിൽ ഇഫ് യു പെർസീവർ ഇൻ മൈ വേർഡ് എന്നുണ്ട്. ഇതെല്ലാം മീനിങ് ബേസിക്കലി സെയിം ആണെങ്കിലും കർത്താവ് മാത്യു ചാപ്റ്റർ 24 നമ്മൾ വായിക്കുന്നുണ്ട്, അവസാനം വരെ ഉറച്ചു നിൽക്കുന്നവൻ, സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ വിശ്വസിച്ചവരെ നമുക്ക് വിശ്വാസികളെ വിളിക്കാൻ പറ്റും. തന്നെ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ കർത്താവിൽ കേവലം ഒരു വിശ്വാസം അർപ്പിച്ചു, അല്ലെ നമ്മൾ സാധാരണ കൺവെൻഷനൊക്കെ ആൾക്കാർ കൈവെക്കുന്ന പോലെ കൈവെക്കി, അല്ലെ ഒരു ജീവിതയാത്ര കർത്താവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനം എടുത്തൊരു ജീവിതം തുടർന്നു. ഇറ്റ് ഡസ് നോട്ട് മീൻ എനിത്തിങ്. ഒരു കാര്യമില്ല അതിനകത്ത്. കാര്യമുണ്ട്, പ്രൊവൈഡഡ് ഈ കർത്താവ് വച്ചിരിക്കുന്ന വഴിക്കൂടെ യാത്ര ചെയ്ത് അത് കൺക്ലൂഡ് ചെയ്യുന്നില്ല എങ്കിൽ ഇതുകൊണ്ട് പ്രത്യേക കാര്യങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ ഇതുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും, സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന്, വിധക്കാരന്റെ എടുക്കേണ്ട ആവശ്യമില്ല. വിധക്കാരന്റെ ഉപമയില് 4 ഡിഫറെന്റ് ഹൃദയങ്ങളിൽ വചനം വീഴുന്നുണ്ട്. ഒന്ന് വഴിയരിയിൽ വീഴുന്നുണ്ട്, പാറപ്പുറത്ത് വീഴുന്നുണ്ട്, മുള്ളിനിടയിൽ വീഴുന്നുണ്ട്, നല്ല നിലത്ത് വീഴുന്നുണ്ട്. പക്ഷെ പൊതുവെ നമ്മളങ്ങ് വിചാരിക്കുന്നത് ഇതില് പാറപ്പുറത്തുള്ളത് നമ്മൾ അക്സെപ്റ്റബിൾ അല്ല, പക്ഷെ മുള്ളിനിടയിൽ വീണത് കുഴപ്പമില്ല നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പൊതുവെ, അല്ലേ? മുള്ളിനിടയിൽ വീണത് അത് ജീവനുണ്ട് ഇതിന്. പാറപ്പുറത്ത് വീണത് ഇടയ്ക്ക് വെച്ച് ഇല്ലാതായി തീരും. മുള്ളിനിടയിൽ വീണത് അവിടെ നിൽക്കുന്നുണ്ട്, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ നിൽക്കുന്നുണ്ട്. നട്ടപ്പോ 10 പറിച്ചപ്പോഴും 10 എന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത് അത് ഫലം പുറപ്പെടുവിക്കുന്നില്ല. ജോൺ ചാപ്റ്റർ 15 കർത്താവ് പറഞ്ഞു, ഞാൻ മുന്തിരി തണ്ടും നിങ്ങൾ ശാഖകളുമാണ്, ഇതിൽ ഫലം കായ്ക്കാത്തതിനെ എല്ലാം വെട്ടി തീയിലിടും. ഈ ഫലം കായ്ക്കാത്തതിന്റെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇത് സെയിം ആസ് കർത്താവിനെ അറിയാത്തവരുടെ ഫ്യൂച്ചർ തന്നെ, സെയിം തീ തന്നെയാണ്. അപ്പൊ ഇവിടെ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞൊരു കാര്യം നമ്മളെ സംബന്ധിച്ച് പ്രത്യേകം ചിന്തിച്ചേ പറ്റൂ. അപ്പൊ ഇതില് ഈ വിശ്വസിച്ചു എന്നുള്ളത് കൊണ്ട് there is no guarantee that we'll complete the course. അതാണ് നമ്മൾ ചിന്തിക്കുന്ന കാര്യം. അപ്പം പൗലോസിന്റെ ലേഖനത്തില് സിമിലർ കാര്യങ്ങളാണ്. സെക്കൻഡ് കൊറിന്ത്യൻസ് 13:5 ഒന്ന് വായിക്കാം. 2 കൊറിന്ത്യൻസ് 13:5 വിശ്വാസത്തിൽ നിങ്ങൾ സ്ഥിരതയുള്ളവരാണോ എന്ന് സ്വയം പരിശോധിച്ചറിയുക. ക്രിസ്തുയേശു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ തോറ്റിരിക്കുന്നു. അപ്പൊ അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ വിശ്വാസത്തിൽ. അപ്പൊ അതായത് 2 കൊറിന്ത്യൻസ് 1 കൊറിന്ത്യ ലേഖനം കടന്നുപോയി, 2 ലേഖനം കടന്നു. അത് കൊറിന്തോസുകാരോടുള്ള ഒരു ഗുഡ് ബൈ ആണ്. പക്ഷെ നമ്മൾ പൊതുവെ വിചാരിക്കുന്നില്ല, കൊറിന്തോസുകാർ ഒത്തിരി കാര്യങ്ങൾ എഴുതി, അവർ വിശ്വാസത്തിൽ ഒത്തിരി കാലമായിട്ടുള്ളവരാണ്. അവസാനം പോൾ എന്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്? സഹോദരരെ വിട. നെക്സ്റ്റ് വേർഡ് എന്താ? 2 കൊറിന്ത്യൻസ് 13. അതെ, പൂർണ്ണം നേടാൻ പരിശ്രമിക്കുക. അതിനു മുമ്പായിട്ട് പറയാണ്, അപ്പൊ പൂർണ്ണം നേടാൻ പരിശ്രമിക്കാൻ പറഞ്ഞേക്കുന്ന ആൾക്കാരോട് ഒരു കാര്യം കൂടെ പൗലോസ് പറയുന്നുണ്ട്. നിങ്ങളിപ്പോ വിശ്വാസത്തിൽ ആണോ എന്ന് പരിശോധിച്ചറിയുക. ഇതിന് കൂടുതൽ പ്രസക്തി ഉണ്ട് നമ്മുടെ ജീവിതമായിട്ട് തട്ടിക്കുമ്പോൾ. കാരണം കൊറിന്തോസുകാർ വിശ്വാസിയെ തുടർന്നവരാ. ഈ ലെറ്റർ ആരംഭിക്കുന്ന തന്നെ കൊറിന്തോസിലുള്ള വിശുദ്ധർക്കാണ്. ഇറ്റ് ഡസ് നോട്ട് മീൻ ആഫ്റ്റർ സം ടൈം നമ്മൾ ആ വിശ്വാസത്തിൽ ആയിക്കൊള്ളണമെന്നില്ല. അത് തന്നെ കർത്താവ് പറഞ്ഞു. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ വചനത്തിനാൽ. പക്ഷെ പൊതുവെ ഈ കോണ്ടംപററി ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, ആൾക്കാർ പറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ടു, പാസ്റ്റ് ടെൻസ്, പിന്നെ ഒന്നുമില്ല. നമ്മൾ ഇതിനകത്ത് ഈ ഡിസെപ്ഷനിൽ നമ്മൾ പെട്ടുപോകരുത്. കാരണം ഇതിനകത്ത് ഒത്തിരി ഡിസെപ്ഷനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് പിശാച് ഡിസീവറാണ്. പിന്നെ ആര് ഡിസീവ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? പിശാച് ഡിസീവ് ചെയ്യും, ദൈവവും ഡിസീവ് ചെയ്യും. നമുക്കറിയാവുന്ന കാര്യം 2 തെസ്സലോനിയൻസിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം അവർക്ക് തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കേണ്ടതിന് ഒരു മിഥ്യാബോധത്തെ അയക്കും. ഈ പിശാച് ഡിസീവ് ചെയ്യുന്നതും ദൈവം ഡിസീവ് ചെയ്യുന്നതും
നമ്മുടെ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദി വേർഡുമായിട്ടുള്ള റിലേഷനില്ല. ചിന്തിച്ച് നോക്ക്. ത്രൂ ഔട്ട് ദി ബൈബിൾ എടുത്ത അതാ മെസ്സേജ്. പിശാച് നമ്മൾ കാണുന്ന ഡിസെപ്ഷൻ ആരംഭിക്കുന്ന ഏദൻ തോട്ടത്തില്ല. ഏദൻ തോട്ടത്തിൽ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഈവിന് ദൈവജനത്തോടുള്ള ആറ്റിറ്റ്യൂഡിലെ വീഴ്ചയിൽ നിന്നാണ് ഡിസെപ്ഷൻ ആരംഭിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ഡിസീവ് ചെയ്ത് ഡിസെപ്ഷന്റെ ഹിസ്റ്ററിയാണ് ബൈബിളിലുള്ള മുഴുവൻ. ഡിസെപ്ഷനെ കംപ്ലീറ്റ് പിശാച് ഡിസീവ് ചെയ്യുന്ന മനുഷ്യനെ. എന്നിട്ട് നമ്മളിവിടെ കാണുന്നത് സെക്കൻഡ് തെസ്സലോണിയൻസിൽ നമ്മൾ കാണുന്നത് സത്യത്തെ സ്നേഹിക്കാത്തത് കൊണ്ട് തെറ്റായത് ശരിയെന്ന് വിശ്വസിക്കാൻ ഒരു മിഥ്യാബോധത്തെ ദൈവം അയച്ചു. ദൈവം ഡിസീവ് ചെയ്തു ആൾക്കാർ. നമ്മൾ ആദ്യം വിചാരിക്കുക ദൈവം ഡിസീവ് ചെയ്യും. അതാ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. നമുക്ക് സത്യത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അത് റൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവം ഡിസീവ് ചെയ്യും. നമ്മൾ വായിക്കാറില്ല ഫറോന്റെ കാര്യം. നമ്മൾ ഈ ഫറോന്റെ ഹൃദയം കഠിനമായതിനെ കുറിച്ച് എഴുതിയെടുത്ത് ആദ്യം 9 തവണ ഫറോൻ സ്വന്തം ഹൃദയം കഠിനമാക്കി. പിന്നീടുള്ള സെക്കൻഡ് പാർട്ടിൽ മുഴുവൻ ഫറോന്റെ ഹൃദയത്തെ ദൈവം കഠിനമാക്കി. അപ്പൊ ഇതിനകത്ത് നമുക്ക് ദൈവത്തിന്റെ വചനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് നമ്മൾ ദൈവത്തിന്റെ വചനത്തോട് ഹൃദയം കഠിനാക്കിയാൽ ഫോർ സം ടൈം ഗോഡ് വിൽ ഫർഗീവ്, അല്ല അതിനെ ടോളറേറ്റ് ചെയ്യും. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കും. കാരണം പ്രവചനങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമുണ്ട്. എല്ലാ ഈവിൾ പ്രവചനങ്ങളും പൂർത്തിയാകണമെങ്കിൽ ഹൃദയം കഠിനമായിട്ടുള്ള കുറെ മനുഷ്യരെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇപ്പം ഈ പ്രോവർബ്സ് 16:4 വായിക്കുമ്പോൾ ബാബു നോക്കാം. സുഭാഷിതങ്ങൾ 16:4 ഓരോന്നും ഓരോ ആവശ്യത്തിനായി കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നു. ദുഷ്ടർ പോലും അനർത്ഥ ദിവസത്തിന് വേണ്ടിയാണ്. അതെ, ദുഷ്ടർ പോലും അനർത്ഥ ദിവസത്തിനാണ്. അനർത്ഥ ദിവസം വരാനിരിക്കുന്ന ഡേ ഓഫ് ദി ലോർഡ്. ഇതിനു വേണ്ടിയിട്ട് നമുക്കറിയാം ഇപ്പോൾ അന്തിക്രിസ്തു വരും. അന്തിക്രിസ്തു വരാൻ ദൈവം നേരത്തെ നിശ്ചയിച്ച് വെച്ചേക്കുമല്ല. ആ സമയത്ത് ആ ദുഷ്ടരിൽ നിന്ന് അല്ലെങ്കിൽ ഫറോൻ സ്വന്തം ഹൃദയത്തെ കഠിനമാക്കി ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ ഈവിൾ പ്രൊഫസീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ഫറോനെ ഉപയോഗിച്ചു. സെയിം വേ നമ്മളും നമ്മളെ തന്നെ ദുഷ്ടരുടെ ലിസ്റ്റിലേക്ക് നമ്മൾ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഈവിൾ പ്രൊഫസീസ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ദൈവം നമ്മളെടുത്ത് ഉപയോഗിക്കും. അതാണ് നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ തന്നെ ശോധന ചെയ്യാനായിട്ട് പൗലോസ് പറഞ്ഞു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ്, കർത്താവ് എങ്ങനെ കാര്യങ്ങളെ കാണുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ട കാര്യം. ലെറ്റ് us come back to John chapter 8 വരുമ്പോൾ അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരും. അപ്പൊ അവരെ ആലോചിച്ച് നോക്കിയപ്പോൾ അവരെ സംബന്ധിച്ച് നമുക്കറിയാം യഹൂദരുടെ ഏറ്റവും വലിയൊരു ഈഗോ അല്ലെങ്കിൽ ഏറ്റവും വലിയ അവര് അഭിമാനിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവര് അബ്രാഹത്തിന്റെ ഡിസെൻഡൻസ് ആണെന്നുള്ളതാണ്. നമുക്കറിയാം ജോൺ ദി ബാപ്റ്റിസ്റ്റ് മാനസാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്നത് നിങ്ങൾക്ക് പിതാവായിട്ട് അബ്രാഹം ഉണ്ടെന്ന് അഭിമാനിക്കേണ്ട, ഇറ്റ്സ് ഓഫ് നോ യൂസ്. അപ്പൊ ഇവിടെ അവര് പറയുന്നത് 8:32 നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ അബ്രാഹമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആ ഒരു അല്ലെങ്കിൽ എന്താ പറയുക രാജ്യങ്ങളുടെ അടിമത്തോ രാജ്യത്തിന്റെ ഇതൊന്നുമല്ല. അവരാ ഒരു സ്പിരിച്വൽ പോയിന്റ് അവിടെ പറയുന്നത്. കാരണം നമുക്കറിയാം ഇസ്രായേലിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അബ്രാഹത്തിന് ശേഷം അവര് ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ പോയിട്ടുണ്ട്, അസീറിയൻ അടിമത്തത്തിൽ പോയിട്ടുണ്ട്, ബാബിലോണിയൻ അടിമത്തത്തിൽ പോയിട്ടുണ്ട്, മീദോ പേർഷ്യൻ അടിമത്തത്തിൽ പോയിട്ടുണ്ട്. ഇതെല്ലാം പോയിട്ടുണ്ട്. അപ്പൊ ഇവര് പറയുന്നു ഞങ്ങൾ ഒരിക്കലും അടിമകളായിട്ടില്ല എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സംബന്ധിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഇത് പറയുന്ന സമയത്ത് അവർ റോമൻ സ്ലേവറിയിലാണ്. ഇവര് പറയുന്നത് സ്പിരിച്വൽ ഫ്രീഡത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവര് പറയുന്നു ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്, അബ്രാഹത്തിന്റെ സന്തതികൾ ഒരിക്കലും അടിമകളല്ല. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിനകത്ത് കുറച്ച് സത്യമുണ്ട്, ഇതിനകത്ത് സത്യത്തിന്റെ നിഴലുണ്ട്, പക്ഷെ സത്യമില്ല. നമുക്കറിയാം നമ്മളെല്ലാം ക്രിസ്തു യേശുവിലുള്ള വിശ്വാസം വഴി എന്തായി കോണ്ടെക്സ്റ്റിലായിട്ട് പറയുമ്പോൾ എന്താ ഗലേഷ്യൻസ് 3 നമ്മൾ അബ്രാഹത്തെ കുറിച്ചും അബ്രാഹത്തിന്റെ മക്കളെ കുറിച്ചും പറയുന്നു. ഗലേഷ്യൻസ് 3 അതിന്റെ ഭാഗം നോക്കി 14 തുടങ്ങി വായിക്കുമ്പോൾ അങ്ങനെ അബ്രഹാമിന് ദൈവം നൽകിയ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ വിജാതീയർക്കും ലഭിക്കാനും തൽഫലമായി വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് വിശ്വാസം വഴി നമുക്കും ലഭിക്കാനും യേശു ക്രിസ്തു അത് ചെയ്തു. അപ്പൊ അതിന്റെ 6 തുടങ്ങി വായിക്കുമ്പോൾ 6 തുടങ്ങിയിരുന്നു വായിച്ചു.
അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അയാൾക്ക് നീതിയായി കണക്കാക്കപ്പെട്ടു. ഇതിൽ നിന്ന് വിശ്വാസമുള്ളവർ ആരോ അവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് മനസ്സിലാക്കണം. വിജാതീയരെ വിശ്വാസത്താൽ ദൈവം നീതീകരിക്കും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വിശുദ്ധ ലിഖിതം അബ്രഹാമിനെ സദ്വാർത്ത അറിയിച്ചു. നിന്നിൽ എല്ലാ ജനതകളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് വിശ്വാസമുണ്ടായിരുന്ന അബ്രഹാമിനോടൊപ്പം വിശ്വാസമുള്ളവരെല്ലാം അനുഗ്രഹീതരാകും. നമ്മൾ വായിക്കുന്നുണ്ട്, റോമൻസ് 4 വായിക്കുന്നുണ്ട്, അബ്രാഹത്തിന്റെ വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരുന്ന എല്ലാവർക്കും ഈ അബ്രാഹത്തിന്റെ സന്തതി അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള സ്റ്റാറ്റസ് കിട്ടും. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് അത് വിശ്വാസം ഉണ്ടായിരുന്ന അബ്രാഹമിനോടൊപ്പം വിശ്വാസമുള്ളവരെല്ലാം അനുഗ്രഹീതരാകും. അപ്പൊ ഇതില് ദൈവത്തിന്റെ വചനത്തിൽ അതൊരു ന്യൂ ടെസ്റ്റമെന്റ് ടീച്ചിങ് അല്ല. റൈറ്റ് ഫ്രം ദി ഡേയ്സ് ഓഫ് അബ്രാഹം ഈ ഇസഹാക്ക് വഴിയായിരിക്കും നിന്റെ സന്താന പരമ്പരകൾ അറിയപ്പെടുക എന്നുള്ള അരുളപ്പാട് പിന്നീട് ന്യൂ ടെസ്റ്റമെന്റിൽ കിട്ടിയതല്ല. അരുളപ്പാട് ഉണ്ടായത് അബ്രാഹത്തിനും സാറായ്ക്കും ഒക്കെയാണ്. അപ്പോൾ ഈ അബ്രാഹത്തിന്റെ സന്തതി നമുക്കറിയാവുന്ന കാര്യം. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നോക്ക്, ഈ ലോകത്തില് 100-200 കോടി ക്രിസ്ത്യാനികളുണ്ട്. അവരോട് ചോദിച്ചാൽ എല്ലാവരും ക്രിസ്ത്യാനിനെ പറയത്തുള്ളൂ, അല്ലേ? എന്നാൽ ബിബ്ലിക്കലി ക്രിസ്ത്യാനിയാണെങ്കിലുള്ള ബേസിക് കണ്ടീഷൻ എന്താ? SLC ബുക്കിൽ ഒരു സീലുണ്ട്. പണ്ടത്തെ കാലത്ത്, ഇപ്പോഴത്തെ എനിക്കറിയില്ല. പാസ്സായവരുടെ SLC ബുക്കിൽ ഒരു സീലുണ്ട്. എന്താ? എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ദി യൂണിവേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ പോലെ ഒരു ക്രിസ്ത്യാനി ആകാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? എന്താ സീൽ എന്താ? ക്രിസ്ത്യാനിയാണുള്ള കണ്ടീഷൻ അറിയാതെ എന്താ ജോലി? അതായത് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ അക്കോർഡിംഗ് ടു ബിബ്ലിക്കൽ ടെർമിനോളജിയിൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ യു ഹാവ് ടു യൂസ് ബിബ്ലിക്കൽ ടെർമിനോളജീസ്. കർത്താവ് പറഞ്ഞു, ഒരുവൻ വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ അവൻ സ്വർഗ്ഗരാജ്യം കാണത്തില്ല. അപ്പൊ ഇഫ് യു ആർ നോട്ട് ബോൺ, കാരണം നമ്മൾ മാതാപിതാക്കളിൽ നിന്ന് ഒന്ന് ജനിച്ചിട്ടുണ്ട്, ജഡത്തിൽ നിന്ന് ജഡം ജനിച്ചിട്ടുണ്ട്, ആദാമിന്റെ സന്തതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു പാപത്തിൽ പറഞ്ഞേക്കുന്ന ഒരു മനുഷ്യൻ എല്ലാവരും ഉണ്ട്. അറ്റ് ദി സെയിം ടൈം ഒന്ന് മരിച്ചാലേ വേറൊരു ജന്മം നടക്കത്തുള്ളൂ. അപ്പൊ ബോൺ എഗെയിൻ അല്ല എങ്കിൽ യു ആർ ബോൺ ഇൻ ടു ദി കിങ്ഡം ഓഫ് ഗോഡ്. അതിലേക്കൊന്നും ജനിച്ചിട്ടില്ലാത്ത എല്ലാ മനുഷ്യരും പാപത്തിൽ തന്നെയാണ്. ഇവരുടെ ചിന്താഗതി നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവര് ജഡപ്രകാരം അബ്രാഹത്തിന്റെ ഡിസെൻഡൻസാണ്. പക്ഷെ നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ വായിക്കുന്നത് എന്താ? ജഡപ്രകാരം ഡിസെൻഡന്റ് ആയതുകൊണ്ട് അബ്രാഹത്തിന്റെ സന്തതി ആകും. റോമൻസ് 2 എടുക്കുമ്പോൾ, കാരണം അവർക്കുണ്ടായിരുന്ന ആ കൺസെപ്റ്റിൽ തന്നെ ഇന്നത്തെ ക്രിസ്ത്യ കോളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 28 and 29 വായിക്കുമ്പോൾ ഭാവം നോക്കും. പുറമേ യഹൂദനായിരിക്കുന്നവൻ അല്ല യഥാർത്ഥ യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യവും ശാരീരികവുമല്ല. അകമേ യഹൂദനായിരിക്കുന്നവനാണ് യഹൂദൻ. യഥാർത്ഥ പരിച്ഛേദനം അക്ഷരാർത്ഥത്തിലുള്ളതല്ല, ഹൃദയപരവും ആത്മീയവുമാണ്. അയാൾക്കുള്ള പ്രശംസ മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ റോമൻസ് 4 വായിക്കുമ്പോൾ 4:11 തുടങ്ങി വായിക്കുമ്പോൾ, പരിച്ഛേദനമേൽക്കും മുമ്പേ വിശ്വാസത്താൽ ഉണ്ടായ നീതീകരണത്തിന്റെ അടയാളമോ മുദ്രയോ ആയിട്ടാണ് അബ്രഹാം പരിച്ഛേദന സ്വീകരിച്ചത്. ഇതിന്റെ ഉദ്ദേശം പരിച്ഛേദനമേൽക്കാതെ തന്നെ വിശ്വസിക്കുകയും അങ്ങനെ നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നവർക്ക് അയാളെ പിതാവ് ആക്കുക എന്നതായിരുന്നു. അതുപോലെ തന്നെ വെറുതെ പരിച്ഛേദിതരായി മാത്രം കഴിയാതെ ആകും മുമ്പ് നമ്മുടെ പിതാവായ അബ്രഹാമിനുണ്ടായിരുന്ന വിശ്വാസത്തിന്റെ മാതൃക പിന്തുടരുന്ന പരിച്ഛേദിതർക്കും അയാൾ പിതാവേണ്ടതിനായിരുന്നു ഇത്. അപ്പൊ ഇതില് ഈ ജൂയിഷ് കോണ്ടെക്സ്റ്റാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ച് ഇവരെല്ലാം അബ്രാഹത്തിന്റെ സന്തതികൾ. അബ്രാഹത്തിന്റെ സന്തതി എന്ന് പറഞ്ഞാൽ ആക്ച്വലി സ്പിരിച്വൽ ഫ്രീഡം കിട്ടിയ ആളാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ ജഡപ്രകാരം അബ്രാഹത്തിന്റെ സന്തതി ആയിരുന്നതുകൊണ്ട് ഇവർ സ്പിരിച്വലി ഫ്രീ ആണെന്ന് അവരെല്ലാം വിശ്വസിച്ചിരുന്നു. പക്ഷെ കർത്താവ് അതിനെ ഡയറക്റ്റ് ആയിട്ട് ഡിസ്പ്യൂട്ട് ചെയ്യുക. കാരണം ഈ സ്പിരിച്വൽ ഫ്രീഡം അല്ലെ അബ്രാഹത്തിന്റെ സന്തതി ആകുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്, ജഡപ്രകാരം അബ്രാഹത്തിന്റെ സന്തതി ആയതുകൊണ്ട് അബ്രാഹത്തിന്റെ സന്തതി ആവില്ല. കാരണം ഇഷ്മായിൽ വഴിയല്ല ഇസഹാക്ക് വഴിയുള്ളവരായിരിക്കും നിന്റെ അവകാശിയാകുക എന്നാണ് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായത്. നമ്മളെ സംബന്ധിച്ച് ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന ടീച്ചിങ് സെയിമാണ്. അതായത് ജഡപ്രകാരം അബ്രാഹത്തിന്റെ സന്തതി ആയതുകൊണ്ട് അബ്രാഹത്തിന്റെ സന്തതി ആവില്ല. പ്രത്യുത വാഗ്ദാന പ്രകാരം അല്ലെങ്കിൽ വിശ്വാസത്താൽ അബ്രാഹത്തിന്റെ സന്തതി ആയാലേ അബ്രാഹത്തിന്റെ സന്തതി ആകത്തുള്ളൂ. പക്ഷെ യഹൂദര് എൻമാസായിട്ട്
അബ്രാഹത്തിന്റെ സന്തതിയാണ്, ഒരിക്കലും സ്പിരിച്വൽ അടിമത്തത്തിലല്ല എന്ന് അവര് വിശ്വസിച്ചിരുന്നു. അപ്പൊ ഇവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യം 8:33 വായിക്കുമ്പോൾ 8:33 ഞങ്ങൾ അബ്രാഹാമിന്റെ സന്തതികളാണ്, ഞങ്ങൾ ഒരിക്കലും ആർക്കും അടിമകളായിരുന്നിട്ടില്ല. അപ്പൊ അത് സ്പിരിച്വൽ പോയിന്റിൽ അവർ പറയുന്ന കാരണം നമ്മൾ ചിന്തിച്ചു, അവര് പല അടിമത്തത്തിൽ പോയിട്ടുണ്ട്. നിങ്ങൾ സ്വതന്ത്രരാക്കപ്പെടും എന്ന് നീ പറയുന്നത് എങ്ങനെ? അപ്പൊ യേശു പറഞ്ഞു, സത്യത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്ന ഏവനും പാപത്തിന്റെ അടിമയാണ്. അടിമ എന്നേക്കും വീട്ടിൽ താമസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും താമസിക്കുന്നു. കർത്താവ് ഇത് പറയുമ്പോൾ നോക്ക്, പൗലോസ് റോമാലേഖനം എഴുതിയപ്പോ എക്സാമ്പിൾ സൈറ്റ് ചെയ്തത് അബ്രാഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഇഷ്മായിൽ, ഇസഹാക്ക്. ദെൻ ഗലാത്യ ലേഖനത്തില് അവിടെ സൈറ്റ് ചെയ്തപ്പോഴും ഇഷ്മായിൽ, ഇസഹാക്കാണ്. അപ്പൊ ഈ കർത്താവായ യേശു ക്രിസ്തു ജൂവിഷ് കോണ്ടെക്സ്റ്റിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ഇവിടെ കർത്താവിന്റെ മനസ്സിലിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്ന ഏവനും പാപത്തിന്റെ അടിമയാണ്. അടുത്ത 35-ാം സെന്റൻസ്, അടിമ എന്നേക്കും വീട്ടിൽ താമസിക്കുന്നില്ല, പുത്രനോ എന്നേക്കും താമസിക്കുന്നില്ല. അപ്പൊ എന്താ ഇതിന്റെ കോണ്ടെക്സ്റ്റ്, അല്ലെങ്കിൽ ജൂവിഷ് കൾച്ചറിലുള്ള കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന അബ്രാഹത്തിന്റെ കുടുംബം തന്നെയാണ്. ലെറ്റ് us go back to Genesis 21-ൽ പോകുമ്പോൾ അതിന്റെ 8 തുടങ്ങി വായിക്കുമ്പോൾ 21:8 തുടങ്ങി വായിക്കുമ്പോൾ ശിശു വളർന്നു. ഇസഹാക്കിന്റെ മുലകുടി മാറ്റിയ ദിവസം അബ്രഹാം ഒരു വലിയ വിരുന്ന് നൽകി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രഹാമിന് ജനിച്ച പുത്രൻ തന്റെ പുത്രനായ ഇസഹാക്കിനോട് ഒന്നിച്ചു കളിക്കുന്നത് സാറ കണ്ടു. സാറ അബ്രഹാമിനോട് പറഞ്ഞു, ഈ അടിമപ്പെണ്ണിനെയും പുത്രനെയും അടിച്ചു പുറത്താക്കുക. ഈ അടിമപ്പെണ്ണിന്റെ പുത്രൻ എന്റെ പുത്രനായ ഇസഹാക്കിനൊപ്പം അവകാശിയായി തീർന്നുകൂടാ. ഇസ്മായേലും തന്റെ പുത്രനാകയാൽ ഇക്കാര്യം അബ്രഹാമിന് ഏറെ അനിഷ്ടമായി. എന്നാൽ ദൈവം അബ്രഹാമിനോട് അരുൾ ചെയ്തു, അടിമപ്പെണ്ണിനെയും കുട്ടിയെയും പ്രതി നീ അനിഷ്ടം വിചാരിക്കേണ്ട. സാറ പറയുന്നത് പോലെ പ്രവർത്തിക്കുക. ഇസഹാക്കിലൂടെ ആയിരിക്കും നിന്റെ സന്തതി പരമ്പര അറിയപ്പെടുക. മതി. അപ്പൊ ഇവിടെ നോക്കി കർത്താവ് പറഞ്ഞേക്കുന്ന അടിമയും പുത്രനും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഇഷ്മായിൽ കുറച്ചു കാലം വീട്ടിൽ താമസിച്ചു ഇല്ലേ, എന്നാല് എന്നേക്കും താമസിക്കാൻ പറ്റിയില്ല. എന്നാൽ പുത്രനോ എന്നും അബ്രാഹത്തിന്റെ സന്തതിയായിട്ട് നിന്നു. നമുക്കറിയാം ഓൾഡ് ടെസ്റ്റമെന്റിൽ എഴുതിയേക്കുന്ന കാര്യങ്ങൾ സിംബോളിക്കാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ എന്താ പറയുന്നത്, സാറായി ഹാഗാറും 2 പർവ്വതങ്ങളാണ്, 2 ഉടമ്പടികളാണ്. ഒരൊറ്റ സിംഗിൾ ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കിയാല് ഗലേഷ്യൻസ് ചാപ്റ്റർ 4 കാരണം നമ്മളെല്ലാവരും സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം അടിമ എക്കാലവും ഭവനത്തിൽ നിൽക്കില്ല, കുറച്ചു കാലം നിൽക്കുന്നുള്ളൂ. കുറെ കഴിയുമ്പോൾ ഈ അടിമയുടെ സ്റ്റാറ്റസിൽ നിന്ന് പുത്രന്റെ സ്റ്റാറ്റസിലേക്ക് നമ്മൾ മാറിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ അടിമയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കും. അപ്പൊ ഈ 4-ാം അധ്യായത്തില് 21 തുടങ്ങി വായിക്കുമ്പോൾ, നിയമത്തിന് കീഴ്പ്പെട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരെ പറയൂ, നിയമം എന്തു പറയുന്നു എന്ന് നിങ്ങൾക്കറിയാം. അബ്രാഹമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു, ഒരാൾ അടിമയിൽ നിന്ന്, മറ്റേയാൾ സ്വതന്ത്രയിൽ നിന്ന് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ അടിമയിൽ നിന്ന് ജനിച്ച പുത്രൻ ജഡപ്രകാരമുള്ളവൻ, സ്വതന്ത്രയിൽ ജനിച്ച പുത്രൻ വാഗ്ദാന പ്രകാരമുള്ളവൻ. ഇതൊരു ഉപമയാണ്. നോക്ക്, അത് ആക്ച്വലി സംഭവിച്ചതാണ്. പക്ഷെ അതിൽ നിന്ന് പൗലോസ് പഠിപ്പിക്കുന്നത് എന്താ? ഉപമയല്ല, അതിൽ നിന്നുള്ള ഉപമ എന്ന് പറഞ്ഞാൽ അതിനെ ഉപമയായിട്ട് എടുത്തിട്ട് അതിന് സ്പിരിച്വൽ ലെസൺസ് ആണ് പൗലോസ് പഠിപ്പിക്കുന്നത്. അത് ഉപമ എന്ന് പറയാൻ റിയലി സംഭവിച്ച കാര്യം. ഹാഗാറും സാറായും ഇഷ്മായിലും ഇസാഖും റിയലി ഉള്ളതാണ്. പക്ഷെ ആ പഴയ നിയമത്തിൽ ആക്ച്വലായിട്ട് നടന്ന സംഭവങ്ങൾ, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ പഴയ നിയമത്തിൽ ആക്ച്വലായിട്ട് നടന്നതാണ്. പെസഹ കുഞ്ഞാടിന് ബലി അർപ്പിച്ചു. അറ്റ് ദി സെയിം ടൈം അതൊരു സിംബോളിസവും കൂടിയാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗത്തിന്റെ അല്ലെ ഈജിപ്ഷ്യൻ അടിമത്തത്തിൽ നിന്ന് കുഞ്ഞാടിനെ ബലി അർപ്പിച്ച് അല്ലെ കുഞ്ഞാടിന്റെ രക്തം തളിച്ച് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആക്ച്വലി സംഭവിച്ചതാണ്. അറ്റ് ദി സെയിം ടൈം അതൊരു ഉപമ കൂടിയാണ്. നോക്കാം, ആ കുഞ്ഞാടിന്റെ എല്ല് ഒടിക്കാൻ പാടില്ല എന്ന് നിയമത്തിൽ എഴുതിയിരുന്നു. നമുക്കറിയാം കർത്താവിന്റെ കാലിന്റെ അസ്ഥികൾ ഒടിച്ചില്ല. അപ്പം സെയിം വേ ഇവിടെ അത് ഉപമ കൂടിയാണ്. ഇതൊരു ഉപമയാണ്. ഈ 2 സ്ത്രീകൾ 2 ഉടമ്പടികളാണ്. ഒന്ന് പഴയ നിയമം, ഒന്ന് പുതിയ നിയമമാണ്. ഒന്ന് സീനായി പർവ്വതത്തിൽ ഉണ്ടായി, അത് അടിമകളെ പ്രസവിക്കുന്നു.
അത് ഹാഗാറാണ്. ഹാഗാർ അറേബ്യയിലെ സീനായി പർവ്വതമാണ്. നമുക്ക് ആ സെന്റൻസ് മാത്രം എടുത്ത് വായിച്ചെന്ത് പറയും? ഹാഗാർ അതെ അറേബ്യയിലെ സീനായി പർവ്വതമാണ്. ഇന്നത്തെ ജെറുസലേമിന് സമാനമാണത്. ഇത് എഴുതുന്ന സമയത്ത് ജെറുസലേം അണ്ടർ ക്യാപ്റ്റിവിറ്റിയാണ്, നമുക്കറിയാവുന്ന കാര്യം. ഇന്നത്തെ ജെറുസലേമിന് സമാനമാണത്. ജെറുസലേം സന്താന സമേതം അടിമത്തത്തിലാണല്ലോ. എന്നാൽ സ്വർഗീയ ജെറുസലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മുടെ മാതാവ്. കാരണം വിശുദ്ധ ലിഖിതത്തിൽ ഇങ്ങനെ കാണുന്നു: പ്രസവിക്കാത്ത വന്ധ്യയെ ആഹ്ലാദിച്ചാലും ഈറ്റുനോവ് അനുഭവിക്കാത്തവളെ ആർക്ക് വിളിക്കുക? കാരണം പരിത്യക്തിയായവൾക്ക് ഭർത്തൃമതിയായവളെക്കാൾ മക്കൾ ഉണ്ടായിരിക്കും. എവിടെ നിന്നാ ബാബു കൊട്ടേഷൻ? വളരെ ഇമ്പോർട്ടൻ്റാ. എവിടെ ക്വിക്കായിട്ട് പറഞ്ഞു. ജെറമിയ. പിന്നെ എത്ര ദൈവം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല, രണ്ടേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ 3 എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇതിന് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം Isaiah 53 കർത്താവിന്റെ ക്രൂശീകരണം, അറിയാലോ എല്ലാവരും, എവരിബഡി സപ്പോസ് ടു നോ. അപ്പൊ ഇത് 54 സ്റ്റാർട്ടിങ് ആണ്. മീൻസ് കർത്താവിന്റെ ക്രൂശീകരണത്തിലൂടെ ഉണ്ടാകുന്ന ദൈവമക്കളെ കുറിച്ചാണ് ഈ റെഫറൻസ്. കാരണം പ്രസവിക്കാത്ത വന്ധ്യയെ ആഹ്ലാദിച്ചാലും ഈറ്റുനോവ് അനുഭവിക്കാത്തവളെ ആപ്പ് വിളിക്കുക. കാരണം പരിത്യക്തിയായവൾക്ക് ഭർത്തൃമതിയായവളെക്കാൾ മക്കൾ ഉണ്ടായിരിക്കും. സഹോദരരെ, നിങ്ങളും ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ സന്താനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ യഹൂദ കുടുംബവുമായിട്ടുള്ള ബന്ധം ഒൺലി ത്രൂ യേശു ക്രിസ്തു വഴിയാണ്. അല്ലെങ്കിൽ നമ്മൾ ജെൻറ്റൈൽസ് ആണ്, നമുക്ക് യഹൂദ പിതൃത്വമായിട്ട് യാതൊരു പങ്കുമില്ല, യഹൂദരുമായിട്ട് നമുക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല. അറ്റ് ദി സെയിം ടൈം നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം അബ്രാഹത്തിന്റെ സന്തതി എന്നുള്ള സ്റ്റാറ്റസ് ഉണ്ട്, അല്ലെ യഹൂദ പൈതൃകത്വമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് കിടക്കുന്നു. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്: നിങ്ങൾ ലോകത്തിൽ ദൈവമില്ലാത്തവരായി, പ്രത്യാശയില്ലാത്തവരായി, യഹൂദ പൈതൃകത്വമായിട്ട് ഒരു ബന്ധമില്ലാത്തവരായിട്ട് ജീവിച്ച നാളുകൾ ഓർമ്മിക്കുക. അപ്പൊ ഇവിടെ നിങ്ങളും ഇസഹാക്കിനെ പോലെ വാഗ്ദാനത്തിന്റെ സന്താനങ്ങളാണ്. പക്ഷേ ജഡപ്രകാരം ജനിച്ചവൻ ആത്മാവിനാൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു. അങ്ങനെ തന്നെയാണ് ഇന്നും. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് അന്ന് വാഗ്ദാനപ്രകാരം ജനിച്ച ഇസഹാക്കിനെ ജഡപ്രകാരം ജനിച്ച ഇഷ്മായേല് പീഡിപ്പിച്ചു, അല്ലെങ്കിൽ അത് അൺവാണ്ടഡ് സീൻസ് ആയിരുന്നു, അതുകൊണ്ടാണ് സാറ പുറത്താക്കിയത്. അപ്പൊ ഇന്നും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താ? ഇന്നും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിരുന്നത്? അല്ല, നോക്ക്, നമ്മൾ ഈ കാരണം നമ്മൾ എപ്പോഴും ഒരു ലേഖനം എടുക്കുമ്പോഴേ ഈ ഗലാത്യ ലേഖനത്തിൽ ഇത് മുഴുവൻ വായിച്ചാൽ അതിൽ നിന്ന് ഒരു ഡൗട്ടും ഉണ്ടാകത്തില്ല. ഇപ്പൊ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ വായിച്ചാൽ അതിൽ നിന്ന് ഡൗട്ട് ഉണ്ടാകത്തില്ല. മത്തായിയുടെ സുവിശേഷം മുഴുവൻ വായിച്ചാൽ അതിൽ നിന്ന് ഡൗട്ട് ഉണ്ടാകത്തില്ല. യൂസിങ് ദി സെയിം പ്രിൻസിപ്പിൾ. കാരണം ഇതെല്ലാം സെപ്പറേറ്റഡ് ആയിട്ട് പല സ്ഥലങ്ങളിൽ എഴുതി പിന്നീട് ഇത് എഡിറ്റഡ് ആയിട്ട് വന്നത്. അപ്പോൾ ഇതിനുള്ള ആൻസർ ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ദി ലെറ്റർ ഓഫ് ഗലേഷ്യൻസ്. വാഗ്ദാനപ്രകാരം ജഡപ്രകാരം ജനിച്ചവൻ പീഡിപ്പിച്ചു. അതിന്റെ ആൻസർ 5:16 തുടങ്ങി വായിക്കുമ്പോൾ ഒന്ന് വയ്ക്കും. ഞാൻ പറയുന്നു, ആത്മാവിൽ വ്യാപരിക്കുക, ജഡത്തിന്റെ അഭിലാഷങ്ങൾ തൃപ്തിപ്പെടുത്താൻ യത്നിക്കരുത്. ജഡത്തിന്റെ അഭിലാഷങ്ങൾ ആത്മാവിനെതിരാണ്, ആത്മാവിന്റെ അഭിലാഷങ്ങൾ ജഡത്തിനെതിരാണ്. ഈ അഭിലാഷങ്ങൾ പരസ്പര വിരുദ്ധങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയാത്തത്. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ നിയമത്തിന് വിധേയരല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ അറിയാമല്ലോ: അവിഹിത വീഴ്ച, അശുദ്ധി, ഭോഗാസക്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, സ്വാർത്ഥത, ഭിന്നിപ്പ്, വിഭാഗീയത, വിദ്വേഷം, മദ്യലഹരി, കൂത്താട്ടം തുടങ്ങിയവ. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ നൽകിയ മുന്നറിയിപ്പ് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഇത് ജഡത്തിന്റെ ഫ്രൂട്ട്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇനിയുള്ള ആത്മാവിന്റെ ഫലമോ. ഇവര് തമ്മില് ഈ ജഡത്തിനാണ് പവർ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം ജഡത്തിൽ നിന്ന് ജനിച്ചവരാണ്. ഈ ജഡത്തിന്റെ ഫ്രൂട്ട്സ് ഈ ആത്മാവിന്റെ ഫലങ്ങളെ എന്നും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട്, അതായത് തുടങ്ങുന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്പർ 1 എന്താ? സ്നേഹമാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ അറിയാമല്ലോ: അവിഹിത വീഴ്ച, അശുദ്ധി, ഭോഗാസക്തി. നമുക്ക് അവിഹിത വീഴ്ച ചെയ്യാനായിട്ട്, നമുക്ക് അതിന് ഇൻഡൾജ് ചെയ്യാനായിട്ട് അതിനോട് വാർ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമില്ല. വാട്ട് ഈസ് നോർമലി എൻസ്യൂയിങ് ആണ്.
അവിഹിത വേഴ്ച ചെയ്യാനായിട്ട് ആരും നമ്മുടെ ജഡത്തോട് ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതേസമയം അവിഹിത വേഴ്ചയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ശത്രുതയ്ക്ക് ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അസൂയയ്ക്ക്, കോപത്തിന്, ഇതെല്ലാം നമ്മളിത് നാച്ചുറലായിട്ട് ആദാമിന്റെ സന്തതിയിൽ നിന്ന് നാച്ചുറലി ഒഴുകി വരുന്ന ക്യാരക്ടേഴ്സ് ആണ് ഈ പറഞ്ഞേക്കുന്നത്. അറ്റ് ദി സെയിം ടൈം ഈ ആത്മാവിന്റെ ഫലം 22 തുടങ്ങി വായിക്കുമ്പോൾ, ആത്മാവിന്റെ ഫലമോ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, കരുണ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മനിയന്ത്രണം എന്നിവയാണ്. അതെ, അപ്പൊ ഈ പറഞ്ഞേക്കുന്ന ഈ ആത്മാവിന്റെ അല്ലെങ്കിൽ ആത്മാവിനാൽ ജനിച്ച ഇസഹാക്കിനെ അന്ന് ഇഷ്മായേൽ, ജഡത്തിൽ നിന്ന് ജനിച്ച ഇഷ്മായേൽ പീഡിപ്പിച്ചു. ഇതൊരു ഉപമയാണ്. ഇവിടെ പറഞ്ഞേക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ ഇതാണ്. ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ ഈ ആത്മാവിന്റെ ഫ്രൂട്ടിനെ എന്താ പറയുന്നത്, ഈ ചില മരത്തിൽ ഇത്തിക്കണ്ണി കയറി പിടിക്കുമെന്ന് പറഞ്ഞേക്കുന്ന പോലെ ഇതിനെ ഞെരുക്കാനായിട്ട് ഓൾവേസ് ട്രൈ. കാരണം ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ, ഈ കോപം, ക്രോധം, അട്ടഹാസം, വിഭാഗീയത, മദ്യലഹരി, ഇതെല്ലാം നാച്ചുറലി ആദാമിന്റെ സന്തതിക്ക് ഉള്ളതാ. ഇപ്പൊ നമ്മൾ രക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ ആ സ്ട്രീം ഓഫ് ലൈഫിനോട് ഗുഡ് ബൈ പറഞ്ഞു വരുന്ന ആൾക്കാർ ഒഴികെ ലോകത്തിലുള്ള ആൾക്കാരുടെ 100% ആൾക്കാർ ഡിസയർ ആയി എഴുതി വെച്ചേക്കുന്നു ജഡത്തിന്റെ പ്രവൃത്തി എന്ന്. അല്ലാതെ ഇത് കുറെ പേർക്കുള്ളതല്ല, നാച്ചുറൽ ആയിട്ടുള്ള ഫ്രൂട്ട് ആദാമിന്റെ സന്തതിയുടെ. എന്നാൽ അതിൽ നിന്ന് നമ്മൾ മാറിയിട്ട്, കാരണം നമ്മൾ ആ ജഡത്തിൽ തന്നെ ജീവിക്കുന്നവരും ആ ജഡത്തിൽ ജീവിച്ചവരും ആയതുകൊണ്ട് ഈ പറഞ്ഞേക്കുന്ന ഈ ആത്മാവിന്റെ ഫലത്തോടെ എന്നും ഈ ജഡത്തിന്റെ ഫലം വാർഫെയറിൽ ഞെരുക്കുവാണത്. ഇപ്പൊ നമുക്ക് നിരന്തരമായിട്ട് സത്യം പറയണമെങ്കിൽ യു ഹാവ് ടു ഡിക്ലെയർ എ വാർ അഗൻസ്റ്റ് ദി ഡിസയർ ഓഫ് ദി ഫ്ലഷ്. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരെയും മറ്റുള്ളവരുടെ ക്വാളിറ്റി കൂടാതെ സ്നേഹിക്കണമെങ്കിൽ യു ഹാവ് ടു ഡിക്ലെയർ വാർ അഗൻസ്റ്റ് ദി ഫ്രൂട്ട് ഓഫ് ദി ഫ്ലഷ്. അതവിടെ പറഞ്ഞേക്കുന്നത് ഇവർ തമ്മിൽ എന്നും വാർഫെയറിലാണ്. പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. എന്തുകൊണ്ട്? ഇത് ഉപമയായതുകൊണ്ട് ദൈവം പറഞ്ഞു. നമുക്കും അത് വായിക്കുമ്പോൾ ചെറിയൊരു ദുഃഖം തോന്നും ഇല്ലേ? ഹാഗാറിനെ ഇഷ്മായേലിനോട് കൂടി അടിച്ച് പുറത്താക്കിയേക്കാൻ ദൈവം പറയുന്നത് ഒരു ചെറിയൊരു വേവ് ലെങ്ത് ഡിഫറൻസ് നമുക്ക് ഉള്ളിൽ തോന്നും. എന്താ ദൈവം അങ്ങനെ പറഞ്ഞത്? കാരണം ഇത് ഉപമയാണ്. അപ്പൊ ഉപമ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ചെയ്താണ്. ഇത് തന്നെ ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ അതിന്റെ ഗലേഷ്യൻസ് 4:30 തുടങ്ങി വായിക്കുമ്പോൾ വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? വിശുദ്ധ ലിഖിതം ഒരു കാര്യം പറഞ്ഞാല് പിന്നെ അതിന് വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജസ്റ്റ് സറണ്ടർ ആൻഡ് അക്സെപ്റ്റ്. 4:30 വായിക്കുമ്പോൾ ഭഗവൻ വായിച്ചു. വിശുദ്ധ ലിഖിതം എന്താണ് പറയുന്നത്? അടിമയെ പുത്രനോട് ഒരുമിച്ച് ബഹിഷ്കരിക്കുക. അടിമയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകയില്ല. സഹോദരങ്ങളെ, നമ്മൾ അടിമയുടെ മക്കളല്ല, സ്വതന്ത്രയുടെ മക്കളാണ്. അപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അടിമയെ പുത്രനോട് ഒരുമിച്ച് ബഹിഷ്കരിക്കുക. അടിമയുടെ പുത്രൻ സ്വതന്ത്രയുടെ പുത്രനോടൊപ്പം അവകാശിയാകില്ല. ദാറ്റ് ഈസ് വാട്ട് ജീസസ് കർത്താവ് പറഞ്ഞത് തന്നെയാണ്. അതായത് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കില്ല, കുറച്ചു കാലത്തേക്ക് വസിക്കും. എന്നാൽ പുത്രനോ എക്കാലത്തേക്കും വസിക്കും. അപ്പൊ ഇവിടെ ഈ പറഞ്ഞേക്കുന്ന ഇത് നമ്മൾ മറക്കാൻ പറ്റത്തില്ല. അതായത് അടിമയെ പുത്രനോടൊപ്പം എന്ത് ചെയ്യണം? അടിച്ചു പുറത്താകുന്നത്. ഒരു സിമ്പിൾ ബഹിഷ്കരിക്കുക എന്നുള്ളതല്ല. അങ്ങനെ തന്നെയല്ലേ എഴുതിയേക്കുന്നത് അല്ലേ ബാബു? പുത്രനോടൊപ്പം ബഹിഷ്കരിക്കുക. നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുമ്പോൾ ഉൽപ്പത്തി നമ്മൾ വായിച്ചത്, കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഉൽപ്പത്തി 21 അടിമപ്പെണ്ണിനെയും കുട്ടിയെയും പ്രതി നീ സാറ പറയുന്ന പോലെ പ്രവർത്തിക്കുക. ഇസ്രായേലിലൂടെ ആയിരിക്കും നിന്റെ സന്ധി വരുമ്പോൾ അറിയപ്പെടുക. വായിച്ച 10ാം സെന്റൻസ്. സാറ അബ്രാഹിമിനോട് പറഞ്ഞു, ഈ അടിമ പെണ്ണിനെയും പുത്രനെയും അടിച്ചു പുറത്താക്കുക. അടിച്ചു പുറത്താക്കുക, അടിയൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല. എന്താണേലും അബ്രാഹം. അപ്പൊ അതിന്റെ ആ സീരിയസ് അല്ലെങ്കിൽ സീവിയറിറ്റി ഓഫ് ദി വേർഡ്സ് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അടിമ പെണ്ണിനെ പുത്രനോടൊപ്പം അടിച്ച് പുറത്താക്കി ഈ സാറ അല്ലെങ്കിൽ വാഗ്ദാന പ്രകാരമുള്ള സന്തതിയെ കുടിയിരുത്തിയില്ല എങ്കിൽ നമ്മളും എന്താ പറയുന്നത്, താൽക്കാലിക വാസികളായിട്ട് തീരും. അവിടെ കർത്താവ് പറഞ്ഞത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ടത് ഈ ഹാഗാറും സാറായും അല്ല ഇവിടുത്തെ ചിന്താവിഷയം, അല്ല ഇസഹാക്കും ഇഷ്മായിലും അല്ല ചിന്താവിഷയം. ഇവിടെ ന്യൂ ടെസ്റ്റാമെന്റിൽ ആ ജഡത്തിന്റെ പ്രവൃത്തികളെ അതിന്റെ അമ്മയും മോനും അല്ലെങ്കിൽ അതിനെ വേരോടെ അടിച്ചു പുറത്താക്കിയില്ലെങ്കിൽ മാനസാന്തരപ്പെടുമ്പോൾ ഓരോ വൃക്ഷത്തിന്റെയും തായ്വേരിനെ കൊടാലി വെച്ചിട്ട്
ഈ ജഡത്തെ അതിന്റെ സകല പ്രവൃത്തികളോടും കൂടി അടിച്ചു പുറത്താക്കിയില്ല എന്ത് പറ്റും? തീ കിടക്കുന്നുള്ളതൊന്നുമല്ല, നമ്മള് അല്ല, ഇതല്ല, ഈ കർത്താവ് പറഞ്ഞേക്കുന്ന പോലെ തന്നെ നമ്മള് ടെമ്പററി ഡ്വല്ലേഴ്സ് ആവും ദൈവഭവനത്തിൽ. കുറച്ചു കാലത്തേക്ക് വസിക്കും, നിത്യമായിട്ട് വസിക്കില്ല. ലെറ്റ് us come back to ജോൺ ചാപ്റ്റർ 8 വരുമ്പോ അപ്പൊ ഇവര് 8:31 തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എങ്ങനെയാണ്? കർത്താവില് വിശ്വസിച്ചവരാ. അറ്റ് ദി സെയിം ടൈം നമ്മൾ കർത്താവ് അതിനുശേഷം പിന്നീട് 35ാം സെന്റൻസിൽ പറഞ്ഞു, ഈ അടിമ സ്ത്രീയെ അതിന്റെ സന്തതിയോടൊപ്പം അല്ലെങ്കിൽ ഹാഗാറിനെയും ഇഷ്മായിലിനെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഗലേഷ്യൻസിൽ തന്നെ പറഞ്ഞേക്കുന്നത് ജഡത്തിന്റെ പ്രവൃത്തികൾ അറിയാമല്ലോ. ഈ വക ചെയ്യുന്നവർ നോക്ക്, നമ്മൾ വളരെ ലാഘവത്തോടെ പറയുന്ന കാരണം ഈ വക ചെയ്യുന്നവർ സ്വർഗരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുന്നമേ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, എഴുതിയേക്കുന്ന അറിയാം. അറ്റ് ദി സെയിം ടൈം ഈ വക പലതും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുമ്പോൾ ഇത് നമ്മുടെ നിത്യത നഷ്ടപ്പെടുത്തുന്നതാണ് എന്നുള്ള ഗൗരവബോധം പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകാറില്ല. അപ്പൊ ഇവിടെ പറഞ്ഞേക്കുന്നത് അടിമ എക്കാലവും വസിക്കില്ല. നമ്മുടെ ജീവിതത്തില് ഈ ജഡത്തെ, അതാണ് ആ ഗലാത്യ ലേഖനത്തിൽ തന്നെ അതിനെക്കുറിച്ച് കംപ്ലീറ്റ് എഴുതിയേക്കുന്നത്. ക്രിസ്തു യേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗങ്ങളും മോഹങ്ങളും അതിന്റെ അട്രാക്ഷൻസോട് കൂടി പുറത്താക്കിയില്ല എങ്കിൽ നമ്മളും ജീവിതയാത്രയിൽ കൊഴിഞ്ഞു പോകും. അതാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യം. കാരണം ജോൺ ചാപ്റ്റർ 6 ഇതിനുശേഷം പല ജോൺ 6:66 ഭാഗം നോക്കും. ഇത് നമ്മൾ എന്താ പറയുന്നത്, പലപ്പോഴും മനുഷ്യനുള്ളൊരു ബേസിക് പരാജയം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. കാരണം ഇത് നമ്മളെ ഒന്നും ബാധിക്കുന്നതല്ലാന്ന് നമ്മൾ പൊതുവെ ഉള്ള ഒരു ധാരണ. ഇതിനുശേഷം അവന്റെ പല ശിഷ്യന്മാരും പിന്മാറി, പിന്നീട് അവർ അവന്റെ കൂടെ നടന്നില്ല. അതെ, മതി. അപ്പൊ ഇവര് കുറെ കാലം, കർത്താവ് പറഞ്ഞു തന്നെ അടിമ കുറെ കാലത്തേക്ക് ഭവനത്തിലുണ്ടാവും. ഇവർ കുറെ കാലത്തേക്ക് ഉണ്ടായിരുന്നു, പിന്നീട് ഒരു നാളും കർത്താവിന്റെ കൂടെ നടന്നില്ല. ഇതിനകത്തുള്ള ഒരു ഗ്രേറ്റ് ഡിസെപ്ഷൻ നമ്മളൊന്ന് ചിന്തിച്ചേ പറ്റൂ. കാരണം നമുക്കറിയാം, ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞു, അതായത് ട്രീ ഈസ് നോൺ ബൈ ഇറ്റ്സ് ഫ്രൂട്ട്. എന്നിട്ട് ആ ദിവസം അനേകർ വന്ന് എന്നോട് പറയും, എന്ത് പറയും? അപ്പൊ നിന്റെ നാമത്തിൽ ഭൂതത്തെ പുറത്താക്കി വീര്യപ്രവൃത്തി ചെയ്തു, ഇതെല്ലാം ചെയ്തു. പക്ഷെ കർത്താവ് അവരോട് എന്താ പറയുന്നത്? ഞാൻ നിങ്ങളെ അറിയില്ല. അപ്പൊ ഇത് നമ്മൾ ചിന്തിച്ചു നോക്കും. ആ ആൾക്കാര് ജീവിച്ചിരുന്ന കാലത്ത് എല്ലാം അവർ ചിന്തിച്ചിരുന്നത് എന്താ? കർത്താവിന്റെ ശിഷ്യന്മാരാന്ന് ചിന്തിച്ചിരുന്നത്. കാരണം അത് സെൽഫ് ഡിസെപ്ഷനാണ്. നമ്മൾ ചിന്തിച്ചു ദൈവം ഡിസീവ് ചെയ്യും, പിശാച് ഡിസീവ് ചെയ്യും, പിന്നെ ആര് ഡിസീവ് ചെയ്യും? ഹൃദയം ഏറ്റവും കാപട്യം നിറഞ്ഞതും വഞ്ചന നിറഞ്ഞതാണ്. യാക്കോബിന്റെ ലേഖനം 1:21 വായിക്കുന്നു. പോകുന്നു, ഇംഗ്ലീഷ് വായിച്ചിട്ടാണ്. ജെയിംസ് 1:21 22. But be doers of the word and not hearers only, deceiving yourselves. അതെ, ഡിസീവിങ് യുവർ സെൽഫ്. അപ്പോ പിശാച് നമ്മളെ ഡിസീവ് ചെയ്യും, സത്യത്തോട് കണ്ടിന്യൂസ് ആയിട്ട് റബൽ ചെയ്ത ദൈവം നമ്മളെ ഡിസീവ് ചെയ്യും. ദെൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഡോണ്ട് ഡിസീവ് യുവർ സെൽഫ്. അപ്പൊ ഈ ഗിരിപ്രഭാഷണത്തിലെ മാത്യു ചാപ്റ്റർ 7 ആൾക്കാർ ഇതിൽ എഴുതിപ്പെടും സെൽഫ് ഡിസെപ്ഷനാണ്. കാരണം അവര് മരിക്കുന്നിടം വരെ വിചാരിച്ചിരുന്നത്, എങ്ങനെ വിചാരിച്ചിരുന്നു? തീർച്ചയായിട്ടും മരിച്ച് സ്വർഗത്തിൽ പോകുന്നു. കാരണം പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്, ദൈവവചന ശുശ്രൂഷയുണ്ട്, രോഗസൗഖ്യമുണ്ട്, ഭൂതത്തെ പുറത്താക്കുന്നുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇനി അവർ പ്രാർത്ഥിക്കുന്നത് ഇനിയിപ്പോ വേറെ പുണ്യാളന്മാരോടോ അല്ലെങ്കിൽ വേറെ മധ്യസ്ഥന്മാരോടോ ഒന്നും അല്ല. ആരോടാ പ്രാർത്ഥിക്കുന്ന? ആരോടാ? കർത്താവ്. കാരണം അങ്ങനെ പറഞ്ഞു, എന്റെ നാമത്തിൽ അല്ല, അങ്ങയുടെ നാമത്തിൽ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നു. അല്ലാതെ അതിനകത്ത് വേറെ ഒരു പുണ്യാച്ചന്മാരും ഇല്ല, പുണ്യാളന്മാരും ഇല്ല, കള്ള ദൈവങ്ങളും ഇല്ല, ഒന്നുമില്ല. നിന്റെ നാമത്തിൽ ചെയ്ത്, അതായത് സാക്ഷാൽ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണ്, ഇതെല്ലാം ചെയ്തവരാണ്. പക്ഷേ അവർ സെൽഫ് ഡിസീവ്ഡ് ആയിരുന്നു. അവർക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ അവര് പരാജയപ്പെട്ടു. ദെൻ നമ്മൾ യൂദാസിന്റെ കേസ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, യൂദാസിനെ കുറിച്ച് ജോൺ ചാപ്റ്റർ 6 71 and 72 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും.
71 വായിച്ചു. അല്ല 70 and 71. യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ? എന്നാൽ നിങ്ങൾ ഒരാൾ പിശാചാണ്. ശിമയോൻ ഇസ്കറിയാത്തിന്റെ പുത്രനായ യൂദയെ കുറിച്ചാണ് അവൻ ഇത് പറഞ്ഞത്. കാരണം 12 പേരിൽ ഒരുവനായ അയാളാണ് യേശുവിനെ പിന്നീട് ഒറ്റിക്കൊടുത്തത്. ജോൺ ചാപ്റ്റർ 6 സമയത്ത് നമുക്കിത് കർത്താവിന്റെ ആ ലാസ്റ്റ് വീക്ക് ഒന്നും അല്ല, ഇത് കൂടാരത്തിരുന്നാളിനൊക്കെ മുമ്പ്. അപ്പൊ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരാൾ പിശാചാണ്, ഒരാള് ഒറ്റിക്കൊടുക്കും. അല്ല, നമ്മൾ ഇതിന്റെ ഇത്തിരി ഒന്ന് സീരിയസ് ആയിട്ട് ചിന്തിക്കണം. കാരണം നമ്മുടെ സെൽഫ് ഡിസെപ്ഷൻ. എന്നിട്ട് അന്ത്യ അത്താഴ സമയത്ത് കർത്താവ് വീണ്ടും പറഞ്ഞു, നിങ്ങളിൽ ഒരാള് ഒറ്റിക്കൊടുക്കും. അപ്പൊ നമ്മൾ എന്താ കാണുന്ന, അവിടെ കാണുന്ന പിക്ചർ എന്താ? മീൻസ് ഈ 3.5 വർഷം യൂദാസിന്റെ കൂടെ ജീവിച്ചിട്ട് ഈ ശ്രേഷ്ഠരായിട്ടുള്ള ഈ ഞാൻ നിനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന പറയുന്ന പത്രോസും അല്ലെങ്കിൽ കർത്താവിന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ യോഹന്നാനും ഒന്നും ആരെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. യൂദാസിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അത്രയും കഴിവും മെന്റൽ ഫാക്കൽറ്റീസും ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. അറ്റ് ദി സെയിം ടൈം നമ്മൾ എത്ര ഫെയിൽഡ് ആയിരിക്കും നമ്മളൊരു ട്രൂ ഡിസൈപ്പിളിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്നു, ബൈബിൾ സ്റ്റഡിക്ക് വരുന്നു, ലോർഡ് സപ്പർ എടുക്കുന്നു, സ്നാനപ്പെടുന്നു, ഇതെല്ലാം ചെയ്യുന്നു. യൂദാസ് ഇതെല്ലാം ചെയ്ത ആളാണ്. പക്ഷെ യൂദാസിനെ ഐഡന്റിഫൈ ചെയ്യാൻ ടോട്ടലി അപ്പസ്തോലന്മാരെല്ലാം ഫെയിൽഡായി. ദാറ്റ് മീൻസ് ഈ ഡ്യൂപ്ലിക്കസിയുടെ അല്ലെ ഡിസെപ്ഷന്റെ ഗൗരവം നമ്മൾ ഈ ചിന്തിക്കുന്നതിനേക്കാളെല്ലാം വളരെ സ്ട്രോങ് ആൻഡ് പവർഫുൾ ആ ഡിസെപ്ഷൻ എന്ന് പറയുന്നത്. കാരണം പിശാചിന് ഇത് സെൽഫ് ഡിസീവിങ് ആയിരുന്നു. പിശാചിന്റെ ഡിസെപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് ഇതിനകത്ത് ബാക്കിയുള്ള പിശാചിന്റെ ഡിസെപ്ഷനും ദൈവത്തിന്റെ ഡിസെപ്ഷനും ഒക്കെ മറക്കും. നമ്മൾ ഇഫ് യു ആർ ഫെയിലിംഗ് ടു ജഡ്ജ് അവർ സെൽഫ്, നമ്മൾ ലോർഡ് സപ്പറുമായിട്ട് ബന്ധത്തിൽ വായിക്കുമ്പോൾ നമ്മൾ നമ്മെ തന്നെ ശരിയായി വിധിക്കുന്നു എങ്കിൽ എന്ത് ചെയ്യില്ലെന്നാ? അല്ല, അതിന്റെ മീനിങ് എന്താ പോകും? അതായത് നമ്മൾ നമ്മെ ശരിയായിട്ട് വിധിച്ചില്ല എങ്കിൽ നമ്മൾ നിത്യത നഷ്ടപ്പെടുത്തും, ലോകത്തോടൊപ്പം ശിക്ഷാവിധിയിൽ ചെന്നപ്പെടും. അപ്പൊ ഇതിനകത്ത് യൂദാസിന്റെ ഡിസെപ്ഷൻ ആ കൂടെ ജീവിച്ചവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഈ മാത്യു ചാപ്റ്റർ 7 ആൾക്കാര് അവർക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കിട്ടിയതെല്ലാം കിട്ടിയതുകൊണ്ട് അവരെന്ത് വിചാരിച്ചു? നമുക്ക് എത്രയോ ആൾക്കാർ, നമുക്കെല്ലാം ജീവിതാനുഭവങ്ങളുണ്ട്. പലരോടും കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ നോക്ക്, ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം പോലും എനിക്ക് നടത്തി തരാതിരുന്നിട്ടില്ല. ദെൻ വൈ ഷുഡ് ഐ ചേഞ്ച്? ഇത് സെൽഫ് ഡിസെപ്ഷനാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി, നമ്മുടെ കാര്യങ്ങൾ നടന്നു, നമ്മൾ അത്ഭുതകരമായിട്ട് വിടുതൽ കിട്ടി, എല്ലാം കിട്ടി. സോ ഇനി നമുക്ക് എന്താ മുമ്പിൽ വച്ചേക്കുന്നത്? എന്താ? സ്വർഗം. ഇത് ഏറ്റവും വലിയ ഡിസെപ്ഷൻ. അപ്പൊ കർത്താവ് കാര്യങ്ങൾ എങ്ങനെ കണ്ടെന്നുള്ളത്, കർത്താവ് എങ്ങനെ അല്ലെങ്കിൽ എന്തിന് കർത്താവ് വാല്യൂ കൊടുത്തു എന്നുള്ളത് ചിന്തിക്കുന്നത് നല്ലതാണ്. ഈ മാത്യു 12:50 വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 12:50 വായിക്കുമ്പോൾ, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ? രണ്ട് സെന്റൻസോട് മുമ്പ് വായിച്ചു. ഇത് അറിയിച്ച ആളോട് അവൻ ചോദിച്ചു. അല്ല ബാബു, അതിന്റെ ഒരു കേൾക്കുന്ന ആൾക്കാർക്ക് മനസ്സിലായി. അവൻ ജനത്തോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ അമ്മയും അവന്റെ സഹോദരനും അവനോട് സംസാരിക്കാൻ പുറത്തു വന്നു നിന്നു. ഒരാൾ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരനും നിന്നോട് സംസാരിക്കാൻ ഇതാ പുറത്തു നിൽക്കുന്നു. ഇത് അറിയിച്ച ആളോട് അവൻ ചോദിച്ചു, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരൻ? തന്റെ ശിഷ്യന്മാരുടെ നേരെ കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എന്റെ അമ്മയും എന്റെ സഹോദരനും ഇവിടെയാണ്. കാരണം എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അതെ. അപ്പോ അതായത് കർത്താവുമായിട്ടുള്ള ഇന്റിമസിക്കുള്ള കണ്ടീഷൻ, ഇറ്റ് ഈസ് നോട്ട് ദി ബ്ലഡ് റിലേഷൻ. അല്ലെങ്കിൽ സ്വന്തം അമ്മയും സഹോദരന്മാരും വന്ന് കർത്താവിനെ കാണാൻ വേണ്ടി ചെയ്യുന്നു. മർക്കോസിന്റെ സുവിശേഷത്തിൽ സഹോദരിമാരും കൂടെയുണ്ട്. മേ ബി എന്തെങ്കിലും ആട്ടെ, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അറ്റ് ദി സെയിം ടൈം അപ്പൊ കർത്താവ് പറഞ്ഞു, ആരാണ് എന്റെ സഹോദരൻ, ആരാണ് എന്റെ അമ്മ, ആരാണ് എന്റെ സഹോദരി? പറഞ്ഞ റീസൺ എന്താ? എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എന്റെ സഹോദരനും സഹോദരിയും അമ്മയും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അറിയേണ്ട ഒരു കാര്യം, ഈ ഡിസെപ്ഷൻ അല്ലെങ്കിൽ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞ കാര്യം, വചനത്തിൽ നിലനിന്നാൽ എന്റെ ശിഷ്യന്മാരാകും, നിങ്ങൾ സത്യം അറിയും,
നിങ്ങൾ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വീട്ടിൽ ഇറങ്ങി പോകുന്ന ഗതികേടിൽ നിന്ന്, ഇറങ്ങി പോകേണ്ട ഗതികേടിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. അപ്പൊ ഈ സെയിം കാര്യം ലൂക്കോസ് എഴുതിയേക്കും. കാരണം ഇത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു മീനിങ് കിട്ടും. ഇവിടെ പറഞ്ഞു, എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എന്ത് ചെയ്യുന്നത്, ഞാനുമായിട്ട് റൈറ്റ് റിലേഷൻ ഉള്ളത്. അല്ലെ അമ്മ സഹോദരൻ സഹോദരി എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ കർത്താവുമായിട്ടുള്ള റൈറ്റ് റിലേഷനിൽ നമ്മൾ ജീവിക്കുന്ന എന്ത് ചെയ്യണം? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റും. ഈ സെയിം കാര്യം ലൂക്കോസ് എഴുതിയേക്കുന്നിടത്ത് ലൂക്ക് ചാപ്റ്റർ 8 8ന്റെ സെയിം സ്ഥലം നോക്കിയപ്പോൾ സെയിം ഇൻസിഡന്റ് ആണ്. സോറി, അപ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും സെന്റൻസ് 19 തുടങ്ങി, 8:19 തുടങ്ങി. അപ്പോൾ അവന്റെ അമ്മയും സഹോദരന്മാരും അവന്റെ അടുക്കൽ വന്നു. എന്നാൽ ആൾക്കൂട്ട നിമിത്തം അവനെ സമീപിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു എന്ന് അവനെ അറിയിച്ചു. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ദൈവവചനം കേൾക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് എന്റെ അമ്മയും എന്റെ സഹോദരനും. അപ്പൊ രണ്ടും കൂടി A is equal to B, B is equal to C, so A is equal to C എന്ന് പറയുന്ന പോലെ തന്നെ ആദ്യം നമ്മൾ കണ്ടു, എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ ഞാനുമായിട്ട് ഇന്റിമേറ്റ് റിലേഷൻ ഉള്ള ആൾക്കാർ. ഇവിടെ അത് ഒന്നോടെ എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതി കിട്ടി. ദൈവവചനം കേൾക്കുകയും, കേൾക്കുന്നവരല്ല കേൾക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരനും. ഗോയിങ് ടു മാത്യു ചാപ്റ്റർ 7 എടുക്കുമ്പോൾ ഇത് ഇത്തിരി തിയറിയാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ചാലേ മനസ്സിലാകുന്നത്. തിയറി പഠിക്കാതെ നമുക്ക് പ്രാക്ടീസ് നടത്താൻ പറ്റത്തില്ല. 21 തുടങ്ങി വായിക്കുമ്പോൾ, കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരെല്ലാം സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പൊ കർത്താവേ എന്ന് വിളിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മൾ കർത്താവേ എന്ന് വിളിക്കുന്ന സെൻസ് അല്ല. ബൈബിളില് കർത്താവേ എന്ന് വിളിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? രക്ഷിക്കപ്പെട്ടാണ് വാക്ക്. നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? റോമൻസ് 10 അങ്ങനെ വായിക്കുന്നത്, യേശു കർത്താവെന്ന് ഏറ്റു പറയുന്നവനാണ് രക്ഷിക്കപ്പെടുന്നവൻ. കാരണം ദൈവത്തിന്റെ ആത്മാവിനാൽ അല്ലാതെ യേശു കർത്താവെന്ന് ഏറ്റു പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും ചെയ്യുന്നു, അങ്ങനെ രക്ഷിക്കപ്പെടുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അങ്ങനെ നീതീകരിക്കപ്പെടുകയും വാ കൊണ്ട് ഏറ്റു പറയുകയും അങ്ങനെ രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവൻ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റു പറഞ്ഞവനാണ്. അറ്റ് ദി സെയിം ടൈം കർത്താവെ കർത്താവെ എന്ന് എന്നെ വിളിക്കുന്ന എല്ലാവരും, അതുകൊണ്ട് എല്ലാവരും നരകത്തിൽ പോകുന്നല്ല, എല്ലാവരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല. സെയിം കണ്ടീഷൻ. എൻ്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവനെ അവിടെ പ്രവേശിക്കും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഹിതം എന്താ? നമ്മൾ ശ്രദ്ധിച്ചാൽ പറയാൻ ഒരു ബുദ്ധിമുട്ടില്ല. അതെ, എൻ്റെ വചനം കേൾക്കുകയും അത് അനുഷ്ഠിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ എവിടെ ചെല്ലൂ? നോക്കുക, നമ്മൾ ടോട്ടലി ഡിസീവ്ഡ് ആണ്. ലോകം മുഴുവൻ ഡിസീവ്ഡ് ആണ്. നോക്കി, നോക്കിന്റെ കാലത്ത് 8 പേര് രക്ഷപ്പെട്ടു. സോദോം ഗൊമോറ നശിപ്പിക്കുമ്പോൾ ലോത്തും കുടുംബവും രക്ഷപ്പെട്ടുള്ളൂ. അതിൽ തന്നെ ലോത്തിന്റെ ഭാര്യ ഇടയ്ക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പോയി, അത് നഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞു, ഈ മാത്യു ചാപ്റ്റർ 7 നമ്മൾ എടുത്തു വെച്ചേക്കുന്ന പേജിൽ തന്നെ പറഞ്ഞു അതിന്റെ 14ാം സെന്റൻസിൽ, എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ദുർഗമവുമാകുന്നു, അത് കണ്ടെത്തുന്നവരോ ചുരുക്കവും. എന്നിട്ടാണ് ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവെ കർത്താവെ എന്ന് വിളിക്കുന്നവരല്ല. അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് നമ്മൾ അങ്ങനെയല്ല. ജോൺ ചാപ്റ്റർ 6ന്റെ ബേസിലാണ് ഇത് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം അവിടെ ജോൺ ചാപ്റ്റർ 6 കർത്താവെ കർത്താവെ എന്ന് വിളിച്ച് ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്ത് കൊഴിഞ്ഞു പോയി. ദെൻ ജോൺ ചാപ്റ്റർ 2 കർത്താവെ എന്ന് വിളിച്ചാൽ കർത്താവ് അക്സെപ്റ്റ് ചെയ്തില്ല. ദെൻ ജോൺ ചാപ്റ്റർ 1 ഓടി എത്തിച്ചു. ജോൺ ചാപ്റ്റർ 8 നമ്മൾ കണ്ടു കർത്താവ് അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറെ പേര് വിശ്വസിച്ചു. അവരോടാണ് കർത്താവ് ഇത് പറയുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കർത്താവിന്റെ വചനം കേട്ട് അത് അനുഷ്ഠിച്ച് ജീവിച്ചില്ല എങ്കിൽ നമ്മളെല്ലാവരും കർത്താവിനെ എന്ന് വിളിച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മൾ നശിച്ചു. കർത്താവിന്റെ അടുത്ത് എത്തില്ല. അത് നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഗൗരവമേറിയ പോയിന്റ് എന്ന് പറയുന്നത്, ഇതിനകത്തൊരു നോക്ക്, ഈ സ്വർഗത്തിലേക്കുള്ള ഇതില് ഈ നമ്മൾ SLC പരീക്ഷയ്ക്കൊക്കെ ഈ പെർസെൻറ്റേജ് കുറവാണെങ്കിൽ ഒരു 50 to 60% എല്ലാ വർഷവും വിജയം. അപ്പൊ ആക്ച്വൽ മാർക്ക് കൊടുക്കുമ്പോൾ ഇപ്പൊ 30% ആണെന്നിരിക്കട്ടെ. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യും? കുറച്ച് ഗ്രേസ് മാർക്ക് കൊടുക്കും. ഒരു എബവ് 50 എല്ലാ വർഷവും ഒരു സെയിം ആയിട്ട് നിർത്താൻ വേണ്ടി. ഈ സ്വർഗത്തിൽ ഈ പരിപാടി ഇല്ല. ഉണ്ടോ? അതായത് ആ ബേസിക് എലിജിബിലിറ്റി ഇല്ലാത്ത ആരും ദൈവത്തിന്റെ അടുത്ത് ചെല്ലില്ല. നോ. അപ്പൊ ഇതിൽ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചിട്ട്
ഇവരെല്ലാം തീരുമാനിച്ചവരുടെ കേസ് നമ്മൾ വായിക്കും. തീരുമാനിച്ചിട്ട് നമ്മുടെ ഇഷ്ടം പോലെ ജീവിച്ചാൽ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് നമ്പർ 1 പിശാചിന്റെ വഞ്ചനയും നമ്മുടെ തന്നെ വഞ്ചനയാണ്. കാരണം ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവം കൈവെടിയും. അപ്പൊ ഇവിടെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അവിടെ പ്രവേശിക്കും. എന്നിട്ട് നമ്മൾ ആദ്യം ചിന്തിച്ച കാര്യം, സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ അവിടുത്തെ വചനം കേട്ട് അനുസരിച്ച് ജീവിക്കുന്നവനെ അവിടെ പ്രവേശിക്കും. അതേ കാര്യം തന്നെയാണ് ജോൺ ചാപ്റ്റർ 7 അടിയിലോട്ട് വായിക്കുമ്പോൾ, സ്വർഗസ്നായ പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരെ അവിടെ പ്രവേശിക്കൂ. കർത്താവേ കർത്താവേ, ആ ദിവസം പലരും എന്നോട് പറയും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ. അവർ കർത്താവിനെ വിളിക്കുന്ന എന്തെന്നാ? കർത്താവേ എന്ന് തന്നെയാ. കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചവരല്ലയോ. നമ്മൾ ചെയ്യുന്ന കാര്യം, നിന്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയില്ലയോ, നിന്റെ നാമത്തിൽ പല വലിയ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടില്ലയോ. നമ്മുടെ ജീവിതത്തിൽ ഇനി വേറുള്ളവർക്ക് വേണ്ടി ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെല്ലാം പല വലിയ കാര്യങ്ങളും, ഗ്രേറ്റ് ആയിട്ടുള്ള പലതും ദൈവത്തിൽ നിന്ന് പ്രാപിച്ചിട്ടുള്ളവരാണ്. പല വലിയ കാര്യങ്ങൾ നമ്മൾ പ്രാപിച്ചിട്ടുണ്ട്. പല വലിയ കാര്യങ്ങളും പ്രാപിച്ചവരല്ലയോ. നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ പുറത്താക്കിയില്ലയോ, നിന്റെ നാമത്തിൽ പല വലിയ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തില്ലയോ. അപ്പോൾ അവരോട് ഞാൻ പ്രഖ്യാപിക്കും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. ഹേ ദുർവൃത്തരെ, എന്നെ വിട്ടാകുന്നു പോകും. എന്നിട്ട് പറയാണ് ഈ സെയിം കാര്യം തന്നെ. എൻ്റെ ഈ വാക്കുകൾ കേട്ട് പ്രവർത്തിക്കുന്നവൻ പാറമേൽ വീട് പണിത ബുദ്ധിമാൻ തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, എന്നാൽ അത് വീണില്ല, കാരണം പാറമേലായിരുന്നു അതിൻ്റെ അടിത്തറ. എൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടും അപ്രകാരം പ്രവർത്തിക്കാത്തവൻ മണലിൽ വീട് പണിത ഭോഷന് തുല്യനാണ്. മഴ പെയ്തു, വെള്ളപ്പൊക്കം ഉണ്ടായി, ആ കാറ്റ് വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിന്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ അവന്റെ പ്രബോധനത്തിൽ ജനക്കൂട്ടം വിസ്മയിച്ചു. കാരണം അവരുടെ വേദനരെ പോലെയല്ല, അധികാരമുള്ളവനായിട്ടത്രേ അവൻ പഠിപ്പിച്ചത്. ഈ സെയിം കാര്യം കർത്താവ് പറഞ്ഞ്, കർത്താവേ കർത്താവേ എന്ന് തന്നെ വിളിക്കുന്ന എല്ലാവരും രക്ഷപ്പെടുത്തില്ല. കൃത്യത സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരെ അവിടെ പ്രവേശിക്കൂ. എന്നിട്ട് വീണ്ടും അതേ കാര്യം പറയും, എൻ്റെ ഈ വാക്കുകൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ എന്താണ്? പാറമേൽ വീട് പണിത ബുദ്ധിമാൻ തുല്യനാണ്. കാറ്റടിച്ച് വെള്ളപ്പൊക്കം ഉണ്ടായി തകർന്നില്ല. എന്നാൽ ഇത് കേട്ടിട്ട് അനുസരിച്ച്, അപ്പൊ ഈ നമ്മൾ ജോൺ ചാപ്റ്റർ 8 അല്ലെങ്കിൽ 6 കൊഴിഞ്ഞു പോയേക്കുന്നവരുടെ ക്വാളിറ്റി ഇതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. റീസൺ എന്ന് പറയുന്നത് കർത്താവിന്റെ വചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചില്ല, പ്രവർത്തിച്ചില്ല. അപ്പൊ ഇതില് ഈ വെതക്കാരന്റെ ഉപമയാണ് വചനത്തെ കുറിച്ച് പഠിക്കാനായിട്ടുള്ള ഏറ്റവും നല്ല ഉപമ. ഇത് എല്ലാ സുവിശേഷകരും എഴുതിയിട്ടുണ്ട് എക്സെപ്റ്റ് ജോൺ. അത് മർക്കോസ് എഴുതിയേക്കുന്നിടത്ത് മാർക്ക് ചാപ്റ്റർ 3 17ാം സെന്റൻസില് 16-17 വായിച്ചത്. അതുപോലെ തന്നെ പാറനിലത്ത് വിതയ്ക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഇനി പറയുന്നവരെ കുറിച്ചാണ്. അവർ വചനം കേൾക്കുന്നു, പെട്ടെന്ന് സന്തോഷപൂർവ്വം അത് സ്വീകരിക്കുന്നു, പക്ഷേ അവയ്ക്ക് വേരോട്ടമില്ല. കുറെ സമയം മാത്രം പിടിച്ചു നിൽക്കും, പിന്നീട് വചനം നിമിത്തം ക്ലേശമോ പീഡയോ ഉണ്ടാകുമ്പോൾ തന്നെ അവർ വീണു പോകുന്നു. അതെ, അപ്പൊ ഈ ഒരു പ്രശ്നമില്ലാത്ത എല്ലാവരും നല്ല വിശ്വാസികളാണ്. ഒരു പ്രശ്നമില്ല, അബ്സല്യൂട്ട്ലി നോ പ്രോബ്ലം. വചന നിമിത്തം ക്ലേശമോ പീഡയോ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യും? തന്നെ അവർ വീണു പോകുന്നു. അപ്പൊ അത് വേണ്ടെന്ന് വെക്കും. കാരണം അതായത് ഇഫ് എവറിത്തിങ് ഈസ് സ്മൂത്ത്, എല്ലാവരും നല്ല വിശ്വാസികളായിരിക്കും. അതാണ് നമ്മൾ ജോൺ ചാപ്റ്റർ 6 കാണുന്നത്. അവര് അത്ഭുത രോഗശാന്തി, ദെൻ നല്ല ഭക്ഷണം, അതായത് അപ്പവും ഫിഷ് അപ്പവും ഫിഷ് ഫ്രൈ, വറുത്ത നല്ല പൊരിച്ച മീനും അപ്പവും ഇഷ്ടം പോലെ തിന്നിട്ട്, അല്ലാതെ നമ്മളൊക്കെ ഇപ്പം വിലക്കൂടിയ മീനാണെങ്കിൽ പിള്ളേർക്കൊക്കെ ഒരു കഷ്ണം മതി, 2 കഷ്ണം മതി എന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെയൊന്നും അല്ല. ഇത് സർപ്ലസ് ആയിട്ടുള്ള ഫുഡ്. പിന്നെ ഒരു രോഗത്തിന്റെ ഒരു പ്രശ്നവും ഇല്ല, ഒരു പരിപാടിയില്ല. ഈ കർത്താവിന്റെ പുറകെ നടന്നാൽ മതി. അപ്പൊ അങ്ങനെയായിരുന്നു, ഒരു പ്രശ്നമില്ല. അറ്റ് ദി സെയിം ടൈം കർത്താവ് പറഞ്ഞു, ഇതിങ്ങനെയല്ല, ഇനി വേറെ ഇതിന് വശങ്ങളുണ്ട്. യു ആർ ടു ഡൈ. അതാ കർത്താവ് മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ, ഇതൊക്കെ ആരെ കൊണ്ട് പറ്റുന്ന കാര്യം. അതേസമയം അപ്പം തിന്നാനും രോഗശാന്തി നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെയാണ്. കർത്താവിന്റെ സിലബസ്, കർത്താവിന്റെ പാഠശാലയായി. ഇതിനകത്ത് വചന നിമിത്തം ക്ലേശം ഉണ്ടാകാതിരിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല.
നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ട്രൂ ഡിസൈപ്പിൾഷിപ്പ് വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള റീസൺ അതാ. 2 കൊരിന്ത്യസ് 3:12 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. 3:12. സെക്കൻഡ് തിമോത്തി 12 ഉണ്ട് പോകും. സെക്കൻഡ് തിമോത്തി 3:12 എന്നാണ് പറഞ്ഞത്. സെക്കൻഡ് തിമോത്തി സ്ലിപ്പ് ഓഫ് ടങ് നിങ്ങൾ പറയുന്ന ഇടയ്ക്ക് നിങ്ങൾ നാളെ സെക്കൻഡ് തിമോത്തി 3:12. ക്രിസ്തുയേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തീർച്ചയായും പീഡിപ്പിക്കപ്പെടും. അത് 90% ആൾക്കാർ പീഡിപ്പിക്കപ്പെടുന്നതാണ്. ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ. അപ്പൊ ഇതിനകത്ത് ക്രിസ്തു യേശുവിൽ അങ്ങ് ജീവിക്കണം. നമുക്ക് ഈ കർത്താവിന്റെ ടീച്ചിങ്ങിനെ കുറിച്ച് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഐഡിയ ഇല്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു ഇനി പറയല്ലേ, അത്രയൊന്നും എനിക്ക് ആഗ്രഹമില്ല, വരുമായി കുഴപ്പമില്ലാതെ ജീവിച്ച് കർത്താവിന്റെ അടുത്ത് എത്തിപ്പെടണം. അങ്ങനെ ഒരു ഡിഫറെന്റ് സ്റ്റേജസ് ഓഫ് ക്രിസ്ത്യാനിറ്റി കർത്താവ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബട്ട് ദർ ആർ ഡിഫറെന്റ് ലെവൽസ് ഓഫ് പീപ്പിൾ ഉണ്ട്, ഇല്ലെന്നല്ല. ബലഹീനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ബലഹീനത്തെ ഉയർത്തിക്കൊണ്ടുവരണം, അല്ലെ എൻകറേജ് ചെയ്യും, ഇതെല്ലാം ഉണ്ടായിട്ട് സെയിം ഡേ ദൈവത്തിന്റെ ഹിതം അല്ലല്ലോ. ദൈവത്തിന്റെ ഹിതം എല്ലാവരും എന്തായി തീരണം? പുത്രന്റെ സാദൃശ്യത്തോട് താതാത്മ്യം പ്രാപിക്കണം. അതിന് കമ്മിറ്റ്മെന്റ്, അതിനുള്ള സിൻസിയർ ആയിട്ടുള്ള ഡിസയർ ഉള്ളവരുണ്ട്. ചിലര് എങ്ങനെയെങ്കിലും ഇപ്പൊ കർത്താവിന്റെ അടുത്ത് വന്നിരിക്കുന്ന പല ലക്ഷ്യത്തോടു കൂടി വന്നവരുണ്ട്. ചിലര് ഒരു ബെറ്റർ ലൈഫ്, ഇന്നുള്ളേക്കാൾ ഇത്തിരിയുടെ സ്വസ്ഥമായിട്ടുള്ള ലൈഫ്. എന്താണേലും കർത്താവിന്റെ ദൈവാനുഗ്രഹം കൂടാതെ ഒന്നും നടക്കില്ല. അതുകൊണ്ട് ദൈവത്തെ വിളിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ വിളിക്കാതെ ഒരു നന്മയില്ല. അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി, നന്മ വരാൻ വേണ്ടി, ബെറ്റർ ലൈഫിന് വേണ്ടി, ബെറ്റർ സാമ്പത്തിക സ്ഥിതിക്ക് വേണ്ടി, ഐശ്വര്യത്തിന് വേണ്ടി കർത്താവിനെ പിൻപറ്റുന്നവരുണ്ട്. 100%. ആ ജീവിതയാത്രയിൽ ഈ ആറ്റിറ്റ്യൂഡ് ഓഫ് ഹാർട്ട് മാറിയില്ലെങ്കിൽ 100% അവർ നശിച്ചു, ഉറപ്പായിട്ടും, ഗ്യാരണ്ടീഡ് ആണ്. അപ്പൊ ഇവിടെ ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ, ഇത് ആഗ്രഹിക്കുന്നില്ലേ ഒന്നും സംഭവിക്കത്തില്ല. കർത്താവിന്റെ കയ്യിലോട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ഫലമേൽപ്പിച്ച് കൊടുത്താൽ മാത്രമേ ദൈവപ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചെന്നൊക്കെയുള്ള സാക്ഷ്യം പറഞ്ഞ് അന്യഭാഷ പറഞ്ഞുകൊണ്ട് നരകത്തിലേക്ക് പോകാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ എന്ത് ചെയ്താല ആഗ്രഹിക്കുക മീൻസ് ഇതാ കർത്താവ്, അവിടുത്തെ ദാസൻ, അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ കൈകാര്യം ചെയ്യണം, എൻ്റെ ജീവിതത്തെ അവിടെ നിന്ന് എടുത്ത് രൂപാന്തരപ്പെടുത്തണം. സാമൂല് പറഞ്ഞു, കർത്താവ് പറഞ്ഞു, കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനി എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സേയും ഇല്ല, എൻ്റേതായിട്ട് എനിക്ക് ഒന്നും വേണ്ട, കർത്താവെ അവിടുത്തെ ഇഷ്ടം പോലെ എന്നെ നടത്തണം. ഇങ്ങനെ ട്രൂലി പറഞ്ഞ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഡിഫറൻസ് ഇല്ലെങ്കിൽ ഐ വിൽ വിഡ്രോൾ മൈ വേർഡ്സ്. കർത്താവിന് ട്രൂ ആയിട്ടൊന്ന് ഹാൻഡ് ഓവർ ചെയ്ത് കൊടുത്തു നോക്കും. കാണിച്ചു തരാൻ ജീവിതത്തിൽ വ്യത്യാസം വരില്ല. വന്നില്ലെങ്കിൽ കർത്താവ് വരുത്തും. അതുകൊണ്ട് എന്താ ജെറമ്യ ഒരു സ്ഥലത്ത് പറയുന്നത്, കർത്താവെ എന്താ പ്രാർത്ഥിക്കുന്നത്? എന്താ ജെറമ്യയുടെ ഒരു പ്രാർത്ഥന കോണ്ടെക്സ്റ്റിലായിട്ടൊന്ന് പറ. എന്താ ശരി ജെറമ്യ പ്രാർത്ഥിക്കുന്നത്? എന്താ ബാബു ജെറമ്യയുടെ ഒരു പ്രാർത്ഥനയുണ്ട്? എന്താ പറയുന്നത്? എക്സാക്ട് സ്ഥലം ഓർക്കുന്നില്ല, പക്ഷെ പ്രാർത്ഥന എന്താന്ന് പറയാം. കർത്താവ് കോപത്തിൽ എന്നെ തിരുത്തരുത്, കോപം എന്റെ നേരെ പ്രയോഗിക്കരുത്. കാരണം കർത്താവിന്റെ കോപത്തെ കുറിച്ച് നല്ലപോലെ ജർമ്മനിക്ക് അറിയാമല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതം ഒന്നോടെ റിപ്പീറ്റ് ചെയ്യുക. ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക സിൻസിയർ ആയിട്ട്. കർത്താവ് എൻ്റെ ജീവിതത്തെ യു ഡു വാട്ട് എവർ യു ലൈക്ക് വിത്ത് മീ. എൻ്റെ ജീവിതത്തിൽ എന്ത് വേണേലും ചെയ്തു, ബട്ട് ഐ വാണ്ട് എ ഗോഡ്ലി ലൈഫ്. ഒന്ന് ഫലമേൽപ്പിച്ച് നമുക്ക് വിത്തിൻ 3 months യു വിൽ എക്സ്പീരിയൻസ് ഇറ്റ്. ദൈവത്തിന്റെ പ്രവർത്തനം എന്താണ്. ഇനി എങ്ങനെയെങ്കിലും ഒക്കെ പോയാൽ മതി, ദൈവം തിരിഞ്ഞു നോക്കുകയില്ല. നോ, പിന്നെ അവനവൻ്റെ ഇഷ്ടം പോലെ പോകാൻ പറ്റും. ബട്ട് നമുക്കൊരു ജീവിതമുള്ളൂ. നിത്യതയിൽ റിഗ്രറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വാട്ട് എവർ മേ ബി ദി കൺസീക്വൻസസ്. ഈ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവത്തിന് യോഗ്യമായിട്ടുള്ളൊരു ജീവിതമായിട്ട് രൂപാന്തരപ്പെടുത്തിയില്ലെങ്കിൽ എറ്റേണിറ്റിയിൽ നമുക്ക് നിത്യനഷ്ടക്കാരായിരിക്കും. അപ്പൊ നമ്മളിവിടെ ചിന്തിച്ച കാര്യം, ക്രിസ്തു യേശുവിൽ ദൈവിക ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം തീർച്ചയായിട്ടും, കാരണം ഈ ലോകം
പിശാചിന്റെ അധീനതയില്ല. ഈ ലോകത്തിൽ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിൽ കഷ്ടങ്ങളുണ്ട്, പക്ഷെ ധൈര്യമായിട്ടിരിക്കും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ഈ ലോകവുമായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ്, ലോകത്തോടുള്ള ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി വേൾഡ് ഈസ് ആരോടാ? എൻമിറ്റി വിത്ത് ദി വേൾഡാ. അപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് പെട്ടെന്ന് മനസ്സിൽ വരുന്നൊരു കാര്യം, 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഗ്ലോബ് കണ്ടു. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി വേൾഡ് എന്ന് പറയുന്ന ആ വട്ടത്തിൽ കറങ്ങുന്ന ഒരു സാധനം ടീച്ചർ കറക്കി കാണിച്ചിട്ടുണ്ട്. അതുമായിട്ട് എനിക്കൊരു ഫ്രണ്ട്ഷിപ്പും ഇല്ല. ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി വേൾഡ് എന്ന് പറയുന്നത് ദി അൺഗോഡ്ലി ജനറേഷൻ ഓഫ് ദിസ് സെഞ്ചുറി. നോ ഫ്രണ്ട്ഷിപ്പ് വിത്ത് ദി അൺഗോഡ്ലി ജനറേഷൻ. നോക്ക്, ഈ 139 സങ്കീർത്തനത്തില്, അതായത് ഈ ദൈവം ഇല്ലാത്തവരുമായിട്ടുള്ള കൂട്ടുകെട്ട്, ഇറ്റ് ഈസ് ഇൻ എ വേ ഇറ്റ് ഈസ് ആൻ എൻമിറ്റി വിത്ത് ദി വേൾഡ്, നോ എൻമിറ്റി വിത്ത് ദി ഗോഡ്. അപ്പൊ ആലോചിച്ച് നോക്ക്, നമ്മുടെ നാട്ടിലൊക്കെ പറയാറുണ്ട് എനിമി ആരാ പറയും? സുഹൃത്താ. അപ്പോ ഈ കർത്താവിന്റെ എനിമീസ് ആണ് ഈ ലോകത്തിൽ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യാത്തവർ. അപ്പോ എനിമിയുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാ? ചുമ്മാ പിശാചെന്ന് പറയുന്നത്. അതായത് നമ്മുടെ എനിമി, ഇപ്പൊ ലോകത്തിലൊരു എക്സാമ്പിൾ എടുത്തു. ഇപ്പൊ നമുക്കാരും എനിമികളില്ല, ഉണ്ടെന്ന് ഹൈപ്പോത്തറ്റിക്കലി നമ്മളുമായിട്ട് ഭയങ്കര ശത്രുതയുള്ള ഒരാളുണ്ട്. ഹൈപ്പോത്തറ്റിക്കലി ചിന്തിച്ചു, നമ്മളുമായിട്ട് ഭയങ്കര ശത്രുത. ആ ആളുടെ ഫ്രണ്ടിനോട് നമ്മൾ എങ്ങനെയായിരിക്കും? നമ്മുടെ എനിമിയാണ്. അപ്പോ ഈ കർത്താവുമായിട്ട് ശത്രുതയിൽ ജീവിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ ലോകമല്ല, കർത്താവിന് വെറുക്കുന്ന മനുഷ്യര്, കർത്താവിനെ സ്നേഹിക്കാത്ത മനുഷ്യര്, കർത്താവിനെ ഹെയ്റ്റ് ചെയ്യുന്ന മനുഷ്യരുമായിട്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു ആർ ബിക്കമിങ് ആൻ എനിമി ഓഫ് ദി, ദൈവത്തിന്റെ എനിമിയാണ്. അതുകൊണ്ടാണ് ദി നമ്പർ 1 ടീച്ചിങ് ഓഫ് ദി ബൈബിൾ, ദി ഫസ്റ്റ് ടീച്ചിങ് ഓഫ് ദി ബൈബിൾ, ഈ രൂപരഹിതവും പാഴുമായിരുന്ന ലോകം, രൂപരഹിതവും പാഴുമായിരിക്കുന്ന നമ്മുടെ ജീവിതം, ഇതിനെ റീക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ ദി ഫസ്റ്റ് ഡേ ഇരുട്ടിനെ വെളിച്ചത്തെ വേർതിരിച്ചേ പറ്റും. അതുകൊണ്ട് 2 കൊറിന്ത്യൻസിൽ നമ്മൾ വായിക്കുന്നത് അവിശ്വാസികളുമായിട്ട് എന്ത് ബന്ധം, ഇരുട്ടും വെളിച്ചവുമായിട്ട് എന്ത് ബന്ധം, ക്രിസ്തുവും ബലിയാൽ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായത് വേറെ ആരുടെ പേരാണ്, ഏതൊരു സിനിമാടന്റെ പേരുണ്ട്, ബാലു എന്ന് എന്തൊക്കെ. അപ്പോ അതാണെന്ന് വിചാരിക്കുന്നത്. ഈ ബലിയാൽ എന്ന് പറഞ്ഞാൽ പിശാച്, സൈറ്റൻ, ലൂസിഫർ തന്നെയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ കർത്താവ് ജോൺ ചാപ്റ്റർ 8 നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോ എടുത്ത അതൊന്ന് വായിച്ചു പോകും. നമ്മളെടുത്ത ഏതായിരുന്നു സങ്കീർത്തനം 139 ഒന്ന് വായിച്ചു പോകും. അതിൽ ഒരു സെക്കൻഡ്, സാം 139 അതിന്റെ 21 തുടങ്ങി. ഒന്ന് വായിച്ചപ്പോ, കർത്താവേ, നിന്നെ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിക്കുന്നില്ലേ? നിനക്കെതിരെ തലയുയർത്തുന്നവരെ ഞാനും കഠിനമായി വെറുക്കുന്നില്ലേ? ഞാൻ അവരെ അത്യന്തം വെറുക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി ഞാൻ എണ്ണുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇത് യഹൂദൻ എഴുതിയേക്കുന്നതാണ്. യഹൂദന് ശത്രുതയും കൊലയും വെട്ടും ഇതെല്ലാം ഉള്ളവരാ. നമ്മളെ സംബന്ധിച്ച് വെൻ യു ആർ കമ്മിങ് ടു ന്യൂ ടെസ്റ്റമെന്റ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ഇൻ സ്പിരിച്വൽ സെൻസസ്, അതില് കർത്താവെ നിന്നെ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിക്കുന്നില്ല മീൻസ് കർത്താവിനെ സ്നേഹിക്കാത്തവരുമായിട്ട് ഐ ഡോണ്ട് ഹാവ് എനി ഫ്രണ്ട്ഷിപ്പ്. ടു ബി ഫ്രാങ്ക്, ഈ ലോകപ്രകാരമുള്ള സ്നേഹബന്ധങ്ങളുണ്ടെന്നല്ലാതെ ഐ കനോട്ട് ഒരു ഹാർട്ട് ലെവലിലുള്ള റിലേഷൻസ് ഇമ്പോസിബിളാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ കാന്തത്തെ കുറിച്ച് പഠിക്കുന്ന പിള്ളേർക്ക് അറിയാം, അതിന്റെ ലൈക്ക് പോൾസ് തമ്മിൽ എപ്പോഴും എങ്ങനെയായിരിക്കും? അട്രാക്ഷൻ ആയിരിക്കും. ഇത് കൊണ്ടുവരുമ്പോൾ അറിയാം, ഇതൊരു എന്താ പറയുക, ചക്രത്തേൽ വെച്ചിട്ട് ലൈക്ക് പോൾസ് കൊണ്ടുവരുന്നെങ്കിൽ അകന്നു പോകും, റിപ്പൾഷൻ ആയിരിക്കും. കർത്താവിനെ സ്നേഹിക്കാത്തവരെ നമുക്ക് ആരോടൊരു ശത്രുതയില്ല, ഒരു കുഴപ്പമില്ല, എല്ലാം എവരിത്തിങ് ഈസ് ഗുഡ്. നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ഒട്ടിപ്പിടിക്കില്ല. നോ, ഇമ്പോസിബിൾ. നമ്മൾ ഒട്ടിപ്പിടിക്കുന്നെങ്കിൽ ഇഫ് യു ഡോണ്ട് ഹാവ് എനി ഡിഫിക്കൽറ്റി in making friendship with the unbelievers, you are a number 1 child of devil. മാനസാന്തരപ്പെട്ടിട്ടില്ല, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കയറിയിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ അകത്തിക്കൊണ്ടുപോകും. ഇത് ചെയ്യാൻ പറ്റുന്നതിന്റെ റീസൺ നത്തിങ് ഹാപ്പൻഡ്. പാവയ്ക്ക വെള്ളത്തിൽ മുക്കിയ കയ്പ് പോകാത്ത പോലെ സ്നാനപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വന്നേക്കുന്ന ആൾക്കാർക്കുള്ള ഡെസ്റ്റിനി എന്ന് പറയുന്നത് എറ്റേണൽ ഡെസ്റ്റിനി ഈസ് ലേക്ക് ഓഫ് ഫയർ. കാരണം നത്തിങ് ഹാപ്പൻഡ് ഇൻസൈഡ്. ഇവിടെ പറഞ്ഞേക്കുന്നത് നിന്നെ ദ്വേഷിക്കുന്നവരെ ഞാനും ദ്വേഷിക്കുന്നില്ലേ, നിനക്കെതിരെ തല ഉയർത്തുന്നവരെ ഞാനും കഠിനമായി വെറുക്കുന്നില്ലേ, ഞാൻ അത്യന്തം വെറുക്കുന്നു, അവരെ എൻ്റെ ശത്രുക്കളായാണ്. ഞാൻ പറഞ്ഞാൽ ഇത് ന്യൂ ടെസ്റ്റമെന്റിന്റെ വെളിച്ചത്തിൽ വേണം മനസ്സിലാക്കാൻ. അവർ വെറുക്കുന്നു പറഞ്ഞാൽ
I cannot make friendship with them. If you are able to make, if you are able, underline, if you are able to make friendship, nothing happened inside, still the same spirit is inside. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പിശാചിന്റെ ആത്മാവുമായിട്ട് സഹവസിക്കാൻ പറ്റില്ല. ഈ എന്താ പറയുക, ഉറുമ്പിനെ പിടിച്ച് വെയിലത്തിട്ട പോലെ ഇരിക്കും. ഞാൻ ഓർക്കുന്നില്ല, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ സിനിമ കാണാൻ പോകേണ്ട വന്നു. കാരണം ഞാൻ ചെയ്യുന്ന ജോലിയുടെ പാർട്ടായിട്ട് ഒരു ഗസ്റ്റിനെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ നിന്ന് എന്നെ ഡെപ്യൂട്ട് ചെയ്തു. ഞാൻ പോയി. പക്ഷെ എനിക്ക് സിനിമാ തിയേറ്ററിൽ ഇരുന്നിട്ട് റിയലി ഐ വാസ് ഫീലിംഗ് റെസ്റ്റ്ലെസ്. ശരിക്കും പറഞ്ഞാൽ എന്തോ ഒരു വല്ലാത്ത ഒരു ബന്ധനത്തിലായ പോലെ ഇരുന്ന് ഉള്ള നേരത്തെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന പരിസ്ഥിതി കിട്ടി. നമുക്ക് പന്നിയെ കുളിപ്പിച്ചാൽ അത് വീണ്ടും ചെളിയിലേക്ക് പോകത്തുള്ളൂ, അല്ലെ? പട്ടി ഛർദ്ദിച്ചാൽ അത് വീണ്ടും തിന്നും. ബൈബിളിൽ എഴുതി. നമ്മുടെ ഉള്ളില് ഒരു ഓണർഷിപ്പ് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ വ്യത്യാസം ജീവിതത്തിൽ വന്നേ പറ്റൂ. അപ്പൊ ലെറ്റസ് കം ബാക്ക് ടു ജോൺ ചാപ്റ്റർ 8 വരുമ്പോൾ കർത്താവ് ഇതേ രീതി തന്നെ അവരെ അഡ്രസ് ചെയ്തിരുന്നത്. ജോൺ ചാപ്റ്റർ 8 കർത്താവ് കീഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അപ്പൊ നമ്മൾ ആ കോണ്ടെക്സ്റ്റ് കണ്ടു. ഇത് അബ്രാഹത്തിന്റെ, കാരണം ഈ ജോൺ ചാപ്റ്റർ 8 തന്നെ അബ്രാഹത്തെ കർത്താവ് വീണ്ടും പറയുന്നല്ലേ, അബ്രാഹത്തിന് മുമ്പ് ഞാനുണ്ട് ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ അബ്രാഹത്തിന്റെ കുടുംബമായിട്ടുള്ള ബന്ധത്തിൽ തന്നെയാണ് കർത്താവ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് ഊഹിക്കുന്നതിൽ തെറ്റില്ല. നമുക്ക് എഴുതാത്തത് കൊണ്ട് നമുക്കറിയില്ല. കാരണം അടിമേക്കാളും ഭവനത്തിൽ വസിക്കില്ല, എന്നാൽ പുത്രനെ വസിക്കും. കാരണം ഇസാഖ് എന്നും ഉണ്ടായിരുന്നു. അബ്രാഹം മരിക്കുന്നിടം വരെ ഇസാഖുണ്ട്. പിന്നീട് അനന്തരാവകാശം എല്ലാം ഇസാഖിനായിരുന്നു. അപ്പൊ എന്നിട്ട് ഇനിയുള്ള കാര്യം നമ്മൾ ചിന്തിക്കണ്ടേ. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വതന്ത്രരാകും. നിങ്ങൾ അബ്രാഹാമിന്റെ സന്തതികളാണ് എന്ന് എനിക്കറിയാം. എങ്കിലും നിങ്ങൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, കാരണം എന്റെ വചനം നിങ്ങൾ കുടികൊള്ളുന്നില്ല. കാരണം വീണ്ടും അപ്പൊ ഈ വചനം ഇല്ലാത്തതുകൊണ്ട് ഇത് ആരോടെ സംസാരിക്കുന്ന എന്നുള്ള കാര്യം മറക്കരുത്. ആരോടെ ബഹു നമ്മളിങ്ങനെ ശ്രദ്ധിക്കാതെ വിടരുത്. 8:31 യേശു തന്നിൽ വിശ്വസിച്ച, അപ്പൊ ഇത് നമ്മളോട് പറയുന്നതായിട്ട് എടുത്താൽ മതി. നമ്മൾ കർത്താവ് യഹൂദരല്ലെങ്കിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചിട്ടിരിക്കുന്നവരാ. അവരോട് പറഞ്ഞു, വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എന്റെ യഥാർത്ഥത്തിൽ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ശിഷ്യന്മാരോ. എല്ലാം ബൈബിൾ ഈസ് എ ബുക്ക് ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ്. എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. വിശ്വാസിക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, എല്ലാത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. സുവിശേഷം കള്ള സുവിശേഷമുണ്ട്, കള്ള യേശു ക്രിസ്തു ഉണ്ട്. നമ്മൾ 2 കൊറിന്ത്യൻസ് 11 വായിക്കുന്നുണ്ട്. വേറൊരു യേശു, 3 കാര്യം പറഞ്ഞത്. വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ്. അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് ഹോളി സ്പിരിറ്റ് ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് യേശു ക്രിസ്തു ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഗോസ്പൽ ഉണ്ട്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് യൂദാസിനെ ഡിറ്റക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. ഈ മാത്യു ചാപ്റ്റർ 7 മരിക്കുന്നിടം വരെ അവരെ തന്നെ ഡിറ്റക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനം ഒറിജിനൽ ആണോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തില്. കാരണം വചനത്തെ സത്യസന്ധതയോടെ കൈക്കൊണ്ട് അതിന് പ്രകാരം ജീവിക്കുന്നവർ മാത്രമേ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിട്ടുള്ളൂ. അല്ലാതെ എല്ലാം കൊഴിഞ്ഞു പോകാതിരിക്കുന്നവരാ, സൂണർ ഓർ ലേറ്റർ. അപ്പൊ കർത്താവ് പറഞ്ഞു, അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കുന്നെങ്കിൽ നിങ്ങൾ യഥാർത്ഥ സ്വതന്ത്രരാണ്. നോക്ക്, മനുഷ്യനെ സംബന്ധിച്ച് ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നത് എന്ന് മനുഷ്യൻ ഹേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹീബ്രൂസിൽ വായിക്കുന്നുണ്ട്, ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിഞ്ഞിരുന്നവരെ കർത്താവ് രക്ഷിച്ചു. പിന്നീട് നമ്മൾ വായിക്കുന്നുണ്ട് ഈ സക്കറിയായുടെ ആ ഒരു പ്രാർത്ഥനയിൽ ലൂക്ക് ചാപ്റ്റർ 1 നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ജീവിതകാലം മുഴുവൻ ഭയത്തിൽ നിന്ന് സ്വതന്ത്രരായി സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സേവിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രൊഫസി എഴുതിയിരിക്കുന്നത്. തന്റെ സക്കറിയ യോഹന്നാന്റെ വരവുമായിട്ടുള്ള ബന്ധത്തിൽ പാപമോചനം മുഖാന്തരമുള്ള രക്ഷയെക്കുറിച്ചൊക്കെ പറയുന്നിടത്ത്. അപ്പൊ ഇവിടെ എന്നിട്ട് ഒരു അഡ്രസ് ചെയ്ത് വരുക കർത്താവ്. 38 തുടങ്ങി വായിക്കും. എന്റെ പിതാവിന്റെ അടുക്കൽ കണ്ടതിനെ പറ്റി ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിൽ നിന്ന് കേട്ടത് നിങ്ങൾ ചെയ്യുന്നു. അവർ മറുപടി പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. നമുക്ക് അവരുടെ നമ്മളീ പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ ലോകത്തില് നിരീശ്വരവാദി അല്ലാത്ത ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ അവരെല്ലാം കർത്താവിൽ വിശ്വസിക്കുന്നവരാ മോസ്റ്റ്ലി, അല്ലേ? നമുക്ക് ഞാൻ കർത്താവിൽ ചെറുപ്പം തുടങ്ങി കർത്താവിൽ വിശ്വസിച്ച് വന്നിരുന്ന ആളാണ്. പക്ഷെ ഇതിന്റെ ബൈബിളിലെ സത്യങ്ങളോ അല്ലെങ്കിൽ ഈ രക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം ഞാൻ കത്തോലിക്ക സഭയെ ഓടുന്ന രക്ഷിക്കപ്പെടണം അവിടെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല. നെവർ. രക്ഷിക്കപ്പെടുക എന്നുള്ള വേർഡ് പോലും കേട്ടിട്ടില്ല, അല്ലെ ബോൺ അഗെയിൻ എന്ന് കേട്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല. അപ്പൊ അവിടെ ജനിച്ചു കൊടുന്നു. പക്ഷെ കർത്താവിൽ വിശ്വസിക്കുന്നില്ല. സെയിം വേ യഹൂദർ പറയും ഞങ്ങൾ അബ്രാഹത്തിന്റെ സന്തതികളാണ്. പക്ഷെ ഇവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ? ആസ് പെർ ബൈബിൾ കർത്താവ് അടിയിലോട്ട് വായിച്ചു വരുമ്പോൾ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അവർ മറുപടി പറഞ്ഞു, അബ്രാഹമാണ് ഞങ്ങളുടെ പിതാവ്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അബ്രാഹമിന്റെ സന്തതികളായിരുന്നെങ്കിൽ
അബ്രാഹം ചെയ്തു നിങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ കർത്താവിന്റെ നോട്ടത്തിൽ ഇവർ അബ്രാഹത്തിന്റെ സന്തതികളാണോ? അല്ല, അബ്രാഹത്തിന്റെ സന്തതികളായിരുന്നു, അബ്രാഹം ചെയ്ത് ചെയ്യുമായിരുന്നു. എന്നാൽ ദൈവത്തിൽ നിന്ന് കേട്ട സത്യം നിങ്ങളോട് പറഞ്ഞ മനുഷ്യനെ എന്നെ നിങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു. അബ്രാഹം ഇങ്ങനെയല്ല ചെയ്ത് നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ നിങ്ങളും ചെയ്യുന്നു. അവർ അവനോട് പറഞ്ഞു, ഞങ്ങൾ ജാരസന്തതികളല്ല, ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ, ദൈവം. യേശു അവരോട് പറഞ്ഞു, ദൈവമായിരുന്നു നിങ്ങളുടെ പിതാവെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. കാരണം ഞാൻ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നിരിക്കുന്നു. ഞാൻ സ്വമേധയാ വന്നവനല്ല, അവൻ എന്നെ അയച്ചതാണ്. എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കാത്തത്? എൻ്റെ വാക്ക് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് കൊണ്ട് തന്നെ. നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനാണ് നിങ്ങൾ ഇച്ഛിക്കുന്നത്. അവൻ ആദ്യം മുതൽക്കേ കൊലയാളിയായിരുന്നു. അവന് സത്യവുമായി ബന്ധമേ ഇല്ല, കാരണം അവനിൽ സത്യമില്ല. നുണ പറയുമ്പോൾ അവൻ സ്വന്തം പ്രകൃതി അനുസരിച്ച് സംസാരിക്കുന്നു. അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. സത്യം പറയുന്നതിനാൽ എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇതില് നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ ജസ്റ്റ് ഒന്ന് കർത്താവിൽ ഒന്ന് വിശ്വസിച്ചു, ഇറ്റ് കനോട്ട് മേക്ക് എനി ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. ഈ ദൈവത്തെ വിശ്വസിക്കുന്നവരുടെ ലിസ്റ്റിൽ ആരുണ്ട്? പിശാചുണ്ട്. ഒരുപക്ഷെ ഈ കർത്താവിൽ വിശ്വസിക്കുന്നു എന്ന് പറയുന്നവരെക്കാൾ ദൈവത്തെ ഭയപ്പെടുന്നവനാണ് പിശാച്. നമ്മൾ അങ്ങനെയല്ലേ വായിക്കുന്നത്? പിശാച് ഭയപ്പെട്ട് വിറയ്ക്കുന്നുമുണ്ട്. അപ്പോ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ ജസ്റ്റ് കർത്താവിൽ വിശ്വസിച്ചിട്ട് അല്ലെങ്കിൽ കർത്താവേ എന്ന് തന്നെ വിളിച്ചിട്ട് അവിടുത്തെ വചനം കേട്ട് അതിനനുസരിച്ച് നമ്മൾ ജീവിക്കാനായിട്ട് ഓൾ ഹാർട്ടഡ് ആയിട്ട് ദൈവിക ജീവിതം നയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് ഇന്നും ഇത് തന്നെയാണ്. പിശാചിന് കാരണം മരിച്ച നരകത്തിലേക്ക് പോകാനുള്ള ഒരു ലിസ്റ്റിലാണ് നമ്മൾ. കാരണം താൽക്കാലം കുറച്ച് നാളത്തേക്ക് നമ്മൾ ഭവനത്തിൽ വസിക്കും, കുറച്ച് നാളത്തേക്ക് നമുക്ക് പ്രാർത്ഥനയിൽ കൂടും, കുറച്ച് നാളത്തേക്ക് ബൈബിൾ സ്റ്റഡി കാണും. പക്ഷെ അൾട്ടിമേറ്റ്ലി 1 by 1 ആയിട്ട് സ്റ്റേജ് വൈസ് ആയിട്ട് നമ്മൾ കൊഴിഞ്ഞു പോവുക തന്നെ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ കാണുന്നത് ദേമാസ് ഈ ലോകത്തുള്ള സ്നേഹനിമിത്തം കൊഴിഞ്ഞുപോയി. അലക്സാണ്ടർ ഹിമനിയോസ് മനസാക്ഷിയെ തള്ളിക്കളഞ്ഞ് കൊഴിഞ്ഞുപോയി. ജോൺ ചാപ്റ്റർ 6 കാണുന്ന വലിയൊരു പുരുഷാരം മുഴുവൻ കൊഴിഞ്ഞുപോയി. ആ 12 പേര് അവർ പറഞ്ഞു, യു ആർ ദി ഹോളി വൺ ഓഫ് ഇസ്രായേൽ, നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. അപ്പൊ നിത്യജീവന്റെ വചനങ്ങളെ കണ്ടെത്തി അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള, ദർ ക്യാൻ ബി ഷോർട്ട് കമ്മിങ്സ്. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല, നേടിയെന്നോ എത്തിപ്പെട്ടെന്നൊന്നും അല്ല. അറ്റ് ദി സെയിം ടൈം നമുക്കത് കേട്ട് അനുസരിക്കാനുള്ള ഒരു സന്നദ്ധത, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കർത്താവിൻ്റെ ഹിതം അല്ലാതെ വേറെ ഒരു ഹിതം എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് സിൻസിയർ ആയിട്ടൊരു ഡിസിഷൻ നമുക്കില്ലെങ്കിൽ നമ്മുടെ സ്റ്റാറ്റസ് തന്നെ കർത്താവ് തന്നിൽ വിശ്വസിച്ച് യഹൂദര കർത്താവ് ഇത്തിരി വിത്തിൻ എ ഷോർട്ട് ടൈം അവരെ അഡ്രസ് ചെയ്ത് നിങ്ങൾ പിശാചിന്റെ മക്കൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു മാനസാന്തരവും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡിസിഷൻ എന്താ? ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നില്ല, ഒരിഷ്ടം എൻ്റെ ജീവിതത്തിൽ വേണ്ട, കർത്താവിന്റെ ഇഷ്ടം ജീവിതത്തിൽ മതിയെന്ന് സിൻസിയർ ആയിട്ടൊരു ഡിസാന് പിൻപറ്റാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പരിത്യജിച്ച് അനുദിനം ക്രൂശ് എടുക്കാൻ നമ്മൾ വില്ലിങ് അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. കാരണം ബൈബിളിലെ ടീച്ചിങ് നമുക്ക് ലൈറ്റ് ആക്കാൻ പറ്റത്തില്ല. ഇത് ബൈബിളിലെ ടീച്ചിങ് ആണ്. ഇത് നമ്മൾ ഓൾ ഹാർട്ടഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത കുറെ ആൾക്കാർ ലോകത്തിൽ ജീവിച്ചിട്ടുണ്ട്, എന്നുമുണ്ട്. ആ അപ്പസ്തലന്മാര്, യൂദാസ് ഒഴികെ ബാക്കിയുള്ളവരെല്ലാം വിശ്വാസി മരിച്ചവരാ. ഹീബ്രൂസ് 11 നമ്മൾ പഠിക്കുന്ന വിശ്വാസ വീരന്മാരുടെ വലിയൊരു ലിസ്റ്റ്. അവരെല്ലാം നമ്മൾ വായിക്കുന്നത് എന്താ? അവരെല്ലാം വിശ്വാസത്തിൽ മരിച്ചെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ കർത്താവ് അവരെ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ മക്കൾ, നിങ്ങൾ പിശാചിൽ നിന്നുള്ളവരാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കർത്താവ് പറഞ്ഞു, കർത്താവിന്റെ വചനം കേട്ട് അനുസരിക്കുന്നവരാണ് കർത്താവുമായിട്ട് ഇന്റിമേറ്റ് റിലേഷനിലുള്ളവര്. നമ്മളെ സംബന്ധിച്ച് കർത്താവിന്റെ വചനം കേട്ട് അതനുസരിക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ അനുഗ്രഹങ്ങളോടെ നമ്മൾ ചിന്തിക്കേണ്ട അനുഗ്രഹം എന്താ? യഥാർത്ഥമായിട്ടുള്ള ഫ്രീഡം. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ്. അപ്പൊ നമ്മൾ ഭീരുത്വത്തിന്റെ ലിസ്റ്റുകളാണ് കണ്ടത്. ഒന്ന് മരണഭയത്തിൽ നമ്മൾ രക്ഷിക്കും. നമ്മൾ വായിക്കുന്നു, ക്രിസ്തു യേശു തന്റെ സുവിശേഷത്തിലൂടെ എന്തൊക്കെ വെളിപ്പെടുത്തിയെന്ന? ജീവനും അമർത്യതയും, മരണമില്ലാത്ത അവസ്ഥ. എന്റെ വചനം കേട്ട് അത് വിശ്വസിക്കുന്നവൻ മരണത്തിൽ നിന്ന് കടക്കുന്നതല്ല, കടന്നിരിക്കുന്നു. പാസ്റ്റ് ടെൻസാ. കാരണം സ്പിരിച്വൽ റിസറക്ഷൻ ഈ ജീവിച്ചിരിക്കുമ്പോൾ നടന്നില്ല, പിന്നെ ഒരിക്കലും നടക്കില്ല. ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവിന്റെ ഉയർപ്പ് നടക്കുന്നത്. ആത്മാവിന്റെ ഉയർപ്പ് അന്ത്യശ്വാസത്തിന് മുമ്പ് നടന്നില്ല, പിന്നെ ഒരിക്കലും നടക്കില്ല. പിന്നെ ആരെത്ര പ്രാർത്ഥിച്ചാലും എത്ര കുർബാന ചെയ്താലും നത്തിങ് ഇല്ല. അപ്പൊ മരണഭയത്തിൽ നിന്നുള്ള വിടുതല്, ദെൻ ഡിസെപ്ഷനിൽ നിന്നുള്ള വിടുതല്. കാരണം നമ്മള് പിന്നെ വഞ്ചിക്കപ്പെടാൻ ദൈവം സമ്മതിക്കില്ല. എന്നോ
വഞ്ചിക്കപ്പെടാൻ സമ്മതിക്കില്ല. ദെൻ ദി പ്രോമിസ് ഓഫ് എറ്റേണൽ ഗ്ലോറി. റോമാലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു, വരാനിരിക്കുന്ന മഹത്വമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ വർത്തമാനകാലത്തെ ദുരിതങ്ങൾ ഇറ്റ്സ് നോട്ട് വർത്ത് മെൻഷനിങ്. അപ്പോൾ ഈ കർത്താവിൻ്റെ ഈ വചനത്തെ കേട്ട് അനുസരിച്ച്, അല്ലെങ്കിൽ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നമ്മൾ വായിക്കുന്നത് ഏക സത്യദൈവമായ നീ അയച്ച യേശുക്രിസ്തുവിനെ അറിയുന്നതാണ് നിത്യജീവൻ. കർത്താവ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അപ്പൊ സത്യം എന്ന് പറയുന്നത് കർത്താവാണ്. ഇറ്റ്സ് പേഴ്സണിഫൈ ചെയ്യുമ്പോൾ കർത്താവ് യേശുക്രിസ്തു സത്യം. അപ്പൊ സത്യം നിങ്ങൾ അറിയുന്ന പറഞ്ഞാൽ കർത്താവിനെ അറിയുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കും. മരണഭയത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന മഹത്വം അല്ലെങ്കിൽ എറ്റേണൽ ഗ്ലോറിയെ കുറിച്ചുള്ള അഷുറൻസ് കിട്ടും. ഈ Ephesians 4:21 വായിക്കും. ബാബു അതൊന്ന് വായിക്കും. ഇവിടെ കർത്താവ് ഇവരോട് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്, അവന് സത്യവുമായി ബന്ധമേ ഇല്ല, കാരണം അവനിൽ സത്യം ഇല്ല. 44 ബാക്കിയുള്ള വേർഡുകൾ അത്. കാരണം അവനിൽ സത്യമില്ല, അവന് സത്യവുമായി ബന്ധമേ ഇല്ല. Ephesians 4:21 വായിക്കുമ്പോൾ ഒന്ന് വായിക്കും. സത്യം യേശുവിലായിരിക്കുന്നത് പോലെ അവനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവനിൽ നിങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, സത്യം എന്ന് പറയുന്നത് എവിടെയോ, there is only one source where truth is available. സത്യം എവിടെയാ? സത്യം യേശുവിലായിരിക്കുന്നത് കൊണ്ട് അവനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അവനിൽ പഠിപ്പിക്കപ്പെട്ടില്ല. അപ്പൊ സത്യം എന്ന് പറയുന്നത് പിശാചിനോട് പറയാം, അവന് സത്യമായിട്ടൊരു ബന്ധമില്ല. പിശാചിന് സത്യമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. പിതാവേ, നിന്റെ വചനമല്ലോ സത്യം. അപ്പൊ വചനം ജഡമെടുത്ത് നമ്മുടെ ഇടയിൽ വന്ന കർത്താവ് Ephesians 4:21 സത്യം യേശുവിലാണ്, യേശുവിൽ മാത്രമേ സത്യമുള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഈ തന്നിൽ വിശ്വസിച്ച യഹൂദരോട് കർത്താവ് പറഞ്ഞ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. കാരണം കർത്താവുമായിട്ടുള്ള ഇന്റിമസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കർത്താവിന്റെ സഹോദരൻ സഹോദരി എന്നൊക്കെ പറയാനുള്ള സ്റ്റാറ്റസ് കിട്ടണമെങ്കിൽ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുക. പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് അവിടുത്തെ വചനം കേട്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്ന. വേദക്കാരന്റെ ഉപമയെ പറഞ്ഞു, പാറപ്പുറത്ത് വീണത് വചനത്തെ കുറിച്ച് ക്ലേശമോ പീഡയോ ഉണ്ടായപ്പോ എന്ത് ചെയ്തു? ഗുഡ് ബൈ. എന്നാലും മുള്ളിനിടയിൽ വീണതോ? അതാണ് ജസ്റ്റ് 4:21 നമ്മള് മർക്കോസിന്റെ സുവിശേഷം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോകുന്നവരാകരുത് നമ്മൾ. പാറപ്പുറത്ത് വീണത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു, പക്ഷെ ക്ലേശമോ പീഡയോ വന്നപ്പോ നമ്മൾ നോക്കിപ്പോ, സേ ഫോർ എക്സാമ്പിൾ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, കല്യാണാലോചന വന്നപ്പോ ഇഷ്ടപ്പെട്ട കേസ് കിട്ടിയപ്പോ എന്ത് പറഞ്ഞു? ഓ, എല്ലാം നല്ലതാണ്, രക്ഷിക്കപ്പെട്ടില്ലെന്നുള്ളൂ. അപ്പൊ പെണ്ണിന്റെ വീട്ടുകാരും എന്ത് പറഞ്ഞു? ആ കാര്യം ഞാൻ ഏറ്റു, അവനെ ഞാൻ രക്ഷിച്ചെടുത്തോളാം. അപ്പോൾ അതിന് നിമിത്തം ഒരു ടെസ്റ്റ് വന്നപ്പോ എന്ത് ചെയ്തു? കോംപ്രമൈസ് ചെയ്തു. ക്ലേശമോ പീഡയോ വന്നപ്പോ അത് ഉപേക്ഷിച്ചു. കാരണം ഈ നമ്മൾ ആരും ഉപേക്ഷിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എനി ഡിസൊബീഡിയൻസ് ഈസ് ഫോർസേക്കിംഗ് ദി ലോർഡ്. കർത്താവിന് വേണ്ടി കഷ്ടം സഹിക്കാൻ, ബുദ്ധിമുട്ട് സഹിക്കാൻ. ഇനിയിപ്പോ നമ്മൾ ഒരാളോട് അറിയാതെ ഔട്ട് ബേഴ്സ്റ്റ് ഓഫ് ആംഗിൾ ദേഷ്യപ്പെട്ടു പോയി, പരിസ്ഥാത്മാവ് പറഞ്ഞു പോയി, എന്ത് ചെയ്യണം? എന്തായിരിക്കും പരിസ്ഥാത്മാവ് പറയാൻ ചാൻസ്? എന്തായിരിക്കും? ക്ഷമ പറയുന്നത്. അപ്പൊ നമ്മുടെ പഴയ ആദാമിക് നേച്ചർ എന്ത് പറയും? അതിന്റെ ഒന്നും കാര്യമൊന്നുമില്ല, അത് പിന്നെ 2 ദിവസം കഴിഞ്ഞ് അതങ്ങ് മറന്നു പോകും. അതെ, അത് എന്താ പറയുന്നത്, അത് പറഞ്ഞ പോലെ തന്നെ അത് ശരിക്കും 2 പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. അപ്പോ അതാണ് വചന നിമിത്തമുള്ള ക്ലേശപീഡ എന്ന് പറഞ്ഞാൽ അടി കിട്ടുന്നതും ചവിട്ട് കിട്ടുന്നതും കാര്യങ്ങൾ മാത്രമൊന്നുമല്ല. നമ്മുടെ ജഡത്തിന്റെ ഇഷ്ടപ്രകാരം നമ്മളൊരു കാര്യം ചെയ്തു, അത് കറക്റ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് അല്ലെങ്കിൽ നമ്മൾ ഈ പാറപ്പുറത്ത് വീണ ആ സ്റ്റാറ്റസ്, ഈ പാറപ്പുറത്ത് വീണത് ഒന്ന് മുളച്ചത്, അത് കൊഴിഞ്ഞാൽ അറിയില്ല. കാരണം വചന നിമിത്തം വചനത്തോടുള്ള ഡിസൊബീഡിയൻസ് വരാം. പക്ഷെ മാനസാന്തരപ്പെട്ട് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഔട്ടായി പോകും. തെറ്റെല്ലാവർക്കും പറ്റും. ചില പോള് പറയുന്നത് എന്താ, ഞാൻ നേടിയെന്നോ അത് തികഞ്ഞെന്നൊന്നുമല്ല, പക്ഷെ അതിനുവേണ്ടി എനിക്ക് ലക്ഷ്യമുണ്ട്. സെയിം വേ ക്ഷമ ചോദിക്കേണ്ട അടുത്ത് ക്ഷമ ചോദിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ നമ്മൾ വില്ലിങ് അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടവരുടെ ലിസ്റ്റാണ്. കാരണം ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ വി മസ്റ്റ് ബി വില്ലിങ് ടു കറക്റ്റ്. അല്ല, തെറ്റില്ലാത്തവരോ കുറ്റമില്ലാത്തവരല്ല നമ്മൾ. അറ്റ് ദി സെയിം ടൈം തെറ്റ് പറ്റിയാൽ കറക്റ്റ് ചെയ്യാനുള്ള വില്ലിങ്നെസ്. നോക്ക്, ദാവീദും പാപം ചെയ്തു, ശൗലും പാപം ചെയ്തു. ദാവീദ് ദൈവമേ നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, ദാവീദ് രക്ഷപ്പെട്ടു. ശൗല് പറയുന്നത് എന്താ, ഞാൻ അനുസരിച്ചു എന്നാണ്. അതുകൊണ്ട് ശൗല് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് എല്ലാ സ്വയനീതിയും നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും. അറ്റ് ദി സെയിം ടൈം കർത്താവ് എനിക്ക് തെറ്റിപ്പോയി. നോക്ക്,
ദാവീദിനെ പോലെ പാപം ചെയ്ത ആരുള്ള ആ വ്യഭിചാരം ചെയ്തു അതിനേക്കാൾ എല്ലാം കഷ്ടമായിട്ട് ആ മനുഷ്യനെ കൊല്ലിച്ചു. സ്റ്റിൽ ഹീസ് ഗോയിങ് ടു കം ബാക്ക് ആസ് എ റൂളർ ഓഫ് ദി നേഷൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ഒരു തകർന്ന ഹൃദയം ഉണ്ടെങ്കിൽ, തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു വില്ലിങ്നെസ് ഉണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും, അല്ലെ രക്ഷപ്പെടത്തില്ല. സ്വയം ന്യായീകരിക്കുന്ന സ്വഭാവമാണെങ്കിൽ, നമുക്ക് ആദാമിനോട് ചോദിച്ചു, നീ ആ മരത്തിന്റെ ഫലം പറിച്ച് തിന്നോ? വൺ വേർഡ് ആൻസർ തിന്നോന്ന് ചോദിക്കും. വൺ വേർഡ് ആൻസർ എന്താ? തിന്നോ അല്ലേ? തിന്നില്ല. പക്ഷെ പറയുന്നത് എന്താ? സ്ത്രീക്കും ഒരു കുഴപ്പം. സ്ത്രീയോട് ചോദിച്ചപ്പോ എന്താ പറഞ്ഞു? പാമ്പ് പോയി. ആർക്കും ഒരു കുഴപ്പമില്ല, പക്ഷെ ദൈവം അക്സെപ്റ്റ് ചെയ്തില്ല, എല്ലാത്തിനും അടിച്ചു പുറത്തായിട്ട്. ദാറ്റ്സ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. നമ്മുടെ സ്വയം നീതിയും സ്വയം ജസ്റ്റിഫിക്കേഷൻ എല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നമുക്ക് ദൈവത്തിന് മുമ്പിൽ നിന്നേ പറ്റൂ. നാം എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കാൻ ഒരു ദിവസം നിന്നേ പറ്റും. നോ ബഡി ക്യാൻ എസ്കേപ്പ്. അപ്പൊ ഇവിടെ എന്നിട്ട് മുള്ളിനിടയിൽ വീണത്, കാരണം മുള്ളിനിടയിലുള്ള കണ്ടീഷനിൽ എപ്പോഴും മജോറിറ്റി ആൾക്കാർ നിൽക്കുന്നത് അല്ലേ? മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടു എന്നത് ഈ മറ്റു ചിലർ ആരോഗ്യ പോകും. അവർ വചനം കേൾക്കുന്നു, പക്ഷേ ലൗകിക വ്യഗ്രതകളും സമ്പത്തിന്റെ ആകർഷണവും മറ്റു മോഹങ്ങളും കടന്നു വന്ന് വചനത്തെ ഞെരുക്കുന്നു. തന്മൂലം അത് ഫലം നൽകുന്നില്ല. കർത്താവ് പറഞ്ഞു, മുന്തിരിച്ചെടിയുടെ ഉപമയും പറഞ്ഞു, ഫലം കായ്ക്കാത്തതിനെല്ലാം. അപ്പൊ ഈ ഫലം കായ്ക്കാത്തതിന്റെ ഫെയ്റ്റ് സെയിം തന്നെ. പാർപ്പുറത്തുള്ളതിന്റെ ഫെയ്റ്റും വഴിയരികിൽ വീണതിന്റെ ഫെയ്ത്തും ഉള്ളിനിടയിൽ കിടന്നതിന്റെ എല്ലാം ഫെയ്റ്റ് സെയിം ആണ്. എന്നാൽ നല്ല ഹൃദയത്തിൽ വീണു എന്ന് പറഞ്ഞത് വചനം കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യും. സ്വീകരിക്കാന്ന് പറഞ്ഞാൽ ഇംപ്ലിമെന്റിങ് ഇൻ ദി ലൈഫ്. ഒരു തർക്കവും ഇല്ല, ഒരു ന്യായവാദവും ഇല്ല, ഒന്നുമില്ല. ടോട്ടൽ അൺകണ്ടീഷണൽ ഒബീഡിയൻസ് ഉള്ളവർ മാത്രമേ അവിടെ എത്തിപ്പെടൂ, അല്ലാത്തവർ എത്തിപ്പെടില്ല. നോ, നെവർ, ഇമ്പോസിബിൾ. അപ്പൊ ഇതിനകത്ത് ലൗകിക വ്യഗ്രത എന്ന് പറഞ്ഞാൽ എന്താ? അത് എൻ്റെ ഒരു ഇച്ചിരി എക്സ്പ്ലനേഷൻ ഉള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം ലൗകിക വ്യഗ്രതയുടെ. ഇന്നലെ ഒരാളോട് സുവിശേഷം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പോയാൽ ശവാടക്കാർ നടക്കും. ഇറ്റ്സ് വൺ ഓഫ് ദി ലൗകിക വ്യഗ്രത. പിന്നെ വേറൊരാൾ എനിക്കറിയാം, ഇങ്ങനെ രക്ഷിക്കപ്പെട്ട് കുറെ കഴിഞ്ഞ് പിള്ളേരുടെ കല്യാണപ്രായമായപ്പോൾ അങ്ങനെ എല്ലാം ഗുഡ് ബൈ പറഞ്ഞ് ആദ്യം പോകുന്ന സഭയിലേക്ക് പോയി. കാരണം പിള്ളേർ പറഞ്ഞു, അപ്പനും അമ്മ ഈ സഭയിൽ നിന്ന് മാറി ഞങ്ങൾക്ക് കല്യാണം കിട്ടില്ല. അപ്പൊ പിള്ളേരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് പോയി. ലൗകിക വ്യഗ്രത. ദെൻ ലൗകിക വ്യഗ്രതയും സമ്പത്തിന്റെ ആകർഷണം. സമ്പത്തിന്റെ ആകർഷണം നമുക്കുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. സമ്പത്തിന്റെ ആകർഷണം എന്ന് പറഞ്ഞാൽ വൺ വേർഡ്, ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് കരുതാത്തവരെല്ലാം ദ്രവ്യാഗ്രഹികളാണ്. അപ്പൊ ആ ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് അവനും തന്നെ ജഡ്ജ് ചെയ്താൽ മതി. ഉണ്ണാനും ഉടുക്കാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് കരുതുന്നത് ദാറ്റ് ഈസ് എ കമാൻഡ് ഓഫ് ദി വേർഡ് ഓഫ് ദി ലോർഡ്. അതൊരു റിക്വസ്റ്റ് അല്ല, ദാറ്റ് ഈസ് എ കമാൻഡ്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് കരുതുന്നു. അതുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ ദൈവം തരില്ലെന്നല്ല. ഇറ്റ് മസ്റ്റ് ബി ദി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, ദി സ്റ്റേറ്റ് ഓഫ് ദി ഹാർട്ട്. അതായിരിക്കണം. ഉണ്ണാനും ഉടുക്കാനും ഉണ്ട്, അതിൽ കൂടുതൽ ആർക്കും ഒന്നും ചെയ്യാനും പറ്റത്തില്ല. അപ്പൊ ഉണ്ണാനും ഉടുക്കാനും ഉണ്ട് എങ്കിൽ അത് മതി എന്ന് കരുതാത്തവരെല്ലാം ഈ സമ്പത്തിന്റെ ആകർഷണത്തിൽപ്പെട്ട് എന്ത് സംഭവിക്കുന്നവരാ? പശു ഒന്നല്ല. തിമോത്തിയിൽ പറയുന്നത് അല്ല, തിമോത്തിയിൽ എന്താ പറയുന്നത്? അതെ, കുത്തി മുറിവേൽപ്പിക്കുന്നവരാ. അതായത് ഹൃദയത്തെ കുത്തി, ശരീരത്തെ കുത്തി മുറിവേൽപ്പിച്ച ഒരാളെ മാത്രമേ നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റൂ. ആരാ? ലഘ്യം ബാധിച്ചു. അപ്പോ ഈ സമ്പത്തിന്റെ ആകർഷണം ഉള്ളവരുടെ എല്ലാം ഉള്ളിൽ ആരുണ്ട്? ലഘ്യനുണ്ട്. ലഘ്യം എന്ന് പറയാൻ കാരണം വലിയൊരു ബറ്റാലിയൻ ആയതുകൊണ്ടാണ്. കാരണം ദ്രവ്യാഗ്രഹം സകല തിന്മയുടെയും നിദാനമാണ്. അതിന്റെ പിന്നാലെ വ്യഭിചാരമുണ്ട്, അസൂയുണ്ട്, പിണക്കമുണ്ട്, ലോകസ്നേഹമുണ്ട്. അതുകൊണ്ട് ലഘ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒറ്റ ആളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റില്ല. അപ്പോ ഈ സമ്പത്തിനോട് ആകർഷണം ഉണ്ടെങ്കിൽ ആരുണ്ടാക്കും? ഓർത്തിരിക്കുന്നത് നല്ലത്. കാരണം സമ്പത്തിന്റെ പിന്നാലെ പോയി ആരും രക്ഷപ്പെട്ടിട്ടില്ല. യൂദാസ്, പിന്നെ അറിയാം അനനിയാസ്, സഫീറ, ബെലിയാമ, ഗേഹസി, പിന്നെ നമ്മുടെ ജോഷുവയുടെ സമയത്തുള്ള ആഖാൻ. സമ്പത്ത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് ബാക്കിയുള്ളത് നമുക്ക് മീഖയുടെ കാര്യം യൂദാസ്. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വ്യഭിചാരം ചെയ്ത് ദാവീദ് രക്ഷപ്പെട്ടു, ചൊവ്വല്ലാത്ത കാര്യത്തിന് പോയി അബ്രഹാം രക്ഷപ്പെട്ടു, ഹാഗാറൊക്കെ ഇച്ചിരി മിസ്ഗൈഡഡ് ആയി പോയെങ്കിൽ അവരൊക്കെ രക്ഷപ്പെട്ടു. അറ്റ് ദി സെയിം ടൈം ഈ ദ്രവ്യാഗ്രഹത്തിന്റെ പിന്നാലെ പോയി ആരും രക്ഷപ്പെട്ടിട്ടില്ല. നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് സമ്പത്തിനോട് ഒരു വീക്ക് പോയിന്റ് ആണെങ്കിൽ മാനസാന്തരപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് യുവർസെൽഫ് ലോസ്റ്റ്. അപ്പോ സമ്പത്തിന്റെ ആകർഷണം ഒരു ഒരെണ്ണമുണ്ട്, അതായത് പോകും. സമ്പത്തിന്റെ ആകർഷണവും ലൂക്കോസ് മാത്രമേ അല്ല, മർക്കോസ് എഴുതിയിട്ടുള്ളൂ. അതെന്താ പോകും? സമ്പത്തിന്റെ ആകർഷണവും പിന്നെ
മോഹങ്ങൾ. അതൊക്കെ സാധനങ്ങൾ ഈ എന്താ പറയുന്ന ഈ കണക്കെഴുതുന്ന അവസാനം അക്കൗണ്ട് ചെയ്യാൻ പറ്റാത്ത എല്ലാം കൂടെ എഴുതുന്നത് ഇത് പല വകയത്. അപ്പോ ലൗകിക വ്യഗ്രതയുണ്ട്, സമ്പത്തിന്റെ ആകർഷണത്വം ഉണ്ട്, മറ്റു മോഹങ്ങൾ എന്നത് അവനവനെ അറിയാവുള്ളൂ. അതുകൊണ്ട് അത് ലിസ്റ്റ് ചെയ്യാത്തത്. നമ്മുടെ ഡീപ്പ് ഇൻസൈഡ് ദി ഹാർട്ട് ചില സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, പുറത്ത് പറയാൻ കൊള്ളാത്തതായിരിക്കും മിക്കവാറും. അതുകൊണ്ട് ഇതിനകത്ത് എഴുതാത്തത്. കാരണം ബൈബിളിൽ സഭ്യമായിട്ടുള്ള ബുക്കാണല്ലോ, അതുകൊണ്ട് ഇതിനകത്ത് എഴുതാൻ പറ്റാത്ത നമ്മുടെ ഉള്ളിലുള്ള ചില സീക്രട്ട് സാധനങ്ങൾ ഇതിൽ പെട്ടു. ഈ മറ്റു മോഹങ്ങളും കടന്നു വന്ന് വചനത്തെ ഞെരുക്കുന്നു, തന്മൂലം അത് ഫലം കായ്ക്കുന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞു, ഇഫ് യു വാണ്ട് ടു ബിക്കം എ ട്രൂ ഡിസൈപ്പിൾ ഓഫ് ദി ലോർഡ്, വചനത്തെ കൈക്കൊണ്ട് അതിനനുസരിച്ച് ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്തില്ല എങ്കിൽ വി വിൽ ലോസ്റ്റ്. ആ വീഴ്ച വലുതായിരിക്കും, എന്നേക്കുള്ള വീഴ്ചയായിരിക്കും. അതുകൊണ്ട് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും നിത്യത നഷ്ടപ്പെടുത്തരുത്. ലോകം മുഴുവൻ നേടിയാലും ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. പ്രാർത്ഥിക്കും. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാ